ഞാൻ ദീർഘമായൊന്നും പറയുന്നില്ല. പരിശുദ്ധ റമദാനിന്റെ ശേഷമുള്ള പ്രഥമ മാസമാണ് ശവ്വാൽ. റമദാനും നോമ്പും തറാവീഹും വിത്റും ഖുർആൻ ഖത്മ് തീർത്തതൊക്കെ കൊള്ളേണ്ടത്ത് കൊണ്ടിട്ടുണ്ടോ, ക്ലിക്കായിട്ടുണ്ടോ, മർമ്മത്തിൽ വന്നിട്ടുണ്ടോ എന്നത് പ്രകടമായി മനസ്സിലാക്കേണ്ടത് ശവ്വാലിലാണ്. റമദാൻ അംഗീകരിക്കപ്പെട്ടോ ഇല്ലേ എന്നത് റമദാനിലേക്കല്ല നോക്കേണ്ടത്. ഒരു വണ്ടി പെട്രോൾ പമ്പിൽ കയറ്റിയിട്ട് പെട്രോൾ അടിക്കുന്നത് ആ പെട്രോൾ പമ്പിൽ കിടന്ന് കറങ്ങാനല്ല. പെട്രോൾ അടിച്ചത് ശരിയായോ, പെട്രോൾ ക്ലിയർ ആണോ എന്നത് മനസ്സിലാവൽ റോട്ടിലിറങ്ങിയാലാണ്. റമദാനിൽ അടിച്ച പെട്രോൾ ശരിയായോ എന്നത് ശവ്വാൽ റോട്ടിൽ ഇറക്കിയിട്ട് നമ്മുടെ ശരീരമാകുന്ന വണ്ടി, റൂഹാകുന്ന ഡ്രൈവർ ഓട്ടുന്ന സമയത്താണ് മനസ്സിലാവുക. ശരിക്ക് സിറാത്ത് മുസ്തഖീം എന്ന റോഡിൽ ഓടണില്ലെങ്കിൽ നമ്മൾ അടിച്ച പെട്രോൾ ശരിയായിട്ടില്ല എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ റമദാൻ അംഗീകരിക്കപ്പെട്ടോ ഇല്ലേ എന്നത് കൃത്യമായി അടയാളപ്പെടുത്തേണ്ട മാസവും കൂടിയാണ് ശവ്വാൽ. അത് അടയാളപ്പെടുത്തുന്ന മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളൊക്കെ ഉൾപ്പെടുത്തട്ടെ. അത് കൃത്യമായി അടയാളപ്പെടുത്തിയ ആളുകളാണ് ആ കിടക്കുന്നത്. അതിന് ഞാൻ ഒരുപാട് ചരിത്രങ്ങളൊന്നും വായിച്ചിട്ടില്ല. രേഖകൾ രണ്ട് നിലയിലും പറ്റുമല്ലോ. വാമൊഴിയും വരമൊഴിയും രേഖയാണ്. വരമൊഴി എന്ന് പറഞ്ഞാൽ ഒരുപാട് മഹാന്മാർ എഴുതി വെച്ചതല്ലേ. ഒരുപാട് മഹാന്മാരുടെ വാമൊഴിയിലൂടെ വന്നാലും ബുദ്ധിയുള്ള ആളുകൾക്ക് അത് തെളിവ് തന്നെയാണ്. അപ്പൊ ഇവിടെ ഒരുപാട് മഹാന്മാർ ആകർഷിക്കുന്ന ഒരു സ്ഥലമാണിത്. ഒരുപാട് മഹാന്മാർ വന്നു പോകുന്ന ഒരു സ്ഥലമാണിത്. ഒരുപാട് മഹാന്മാർ പുകഴ്ത്തി പ്രശംസിച്ച് പരാമർശിക്കുന്ന ഒരു സ്ഥലമാണിത്. അതുകൊണ്ട് ഈ മണ്ണിൽ കിടക്കുന്നത് വലിയ മഹാന്മാരാണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു, നമ്മൾ അതിൽ പ്രതീക്ഷിക്കുന്നു. അവരുടെ ബർക്കത്തുകൊണ്ട് അള്ളാഹു നമ്മൾ നന്നാക്കി തരട്ടെ. ഈ പ്രദേശത്തിന് അള്ളാഹു തആല അവരുടെ ബർക്കത്തുകൊണ്ട് പ്രത്യേകമായ യശസ്സും ഉയർച്ചയും അന്തസ്സും പ്രദാനം ചെയ്യട്ടെ. ഇവിടെ വന്നു പോകുന്ന മുഴുവൻ ആളുകൾക്കും അള്ളാഹു നിഅമത്തും റഹ്മത്തും ബർക്കത്തും ഏറ്റി കൊടുക്കട്ടെ. ഇതിനെ സഹായിക്കുന്നവരെ അള്ളാഹു സന്തോഷിപ്പിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ. ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ റമദാനിൽ മാസം കണ്ടിട്ട് നോമ്പോറ്റ ആൾക്കാരാണ്. ഇവരെ അള്ളാനെ കണ്ടിട്ട് നോമ്പോറ്റ ആൾക്കാരാണ്. അതാ നമ്മളും അവരും തമ്മിലുള്ള വ്യത്യാസം. നമ്മൾ മാസം കണ്ടിട്ട് നോമ്പ് വെച്ചു, അങ്ങനെ തന്നെയാണ് നോമ്പ് വെക്കേണ്ടത്. സുമൂലി റുയത്തി തന്നെയാണ്. സുമൂലി റുയത്തി വഫ്തിറുലി റുയത്തി അതന്നെയാണ്. പക്ഷെ അതിനെ അള്ളാവിലേക്ക് മടക്കണ ആൺകുട്ടികളുണ്ട്. അള്ളാനെ കാണാൻ വേണ്ടി നോമ്പ് വെക്കുക, അങ്ങനെ നോമ്പ് വെച്ച ആൾക്കാരാണ് അവിടെ കിടക്കുന്നത്. ഈ രണ്ട് ലമീറും അങ്ങനെ മടക്കിയതായിട്ട് കിതാബിലുണ്ട്. സുമു നിങ്ങൾ നോമ്പ് വെക്കുക, ലി റുയത്തി അള്ളാനെ കാണാൻ വേണ്ടി നോമ്പ് വെക്കുക. ഇമാം കുശൈരി തങ്ങൾ മുതുമുറയിലെ അള്ളാഹു ആക്കി വലിയ പോസ്റ്റുള്ള ആളുകളുടെ ലക്ഷണമാണ്. അള്ളാനെ കണ്ടുകൊണ്ട് നോമ്പ് വെച്ചാൽ ആ നോമ്പ് മുറിയുന്നത് മൗത്തോടു കൂടിയാണ്. അതിനിടയിൽ നോമ്പിന്റെ ലക്ഷ്യമുണ്ട് ഇംസാക്ക്. അത് ജീവിതത്തിൽ ഉടനീളം ഉണ്ടാവും. നോമ്പിന്റെ ലക്ഷ്യം പട്ടിണിയല്ല, ഇംസാക്ക. അള്ളാഹു വിരോധിച്ച കാര്യങ്ങളിലൊന്നും ശരീരത്തെ പിടിച്ചു മാറ്റാനുള്ള ആന്തരിക ഹെൽത്തിന്റെ പേരാണ് സൗമ്. അത് നേടിയെടുത്ത ആൺകുട്ടികളാണ് കിടക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ബർക്കത്തുകൊണ്ട് നമുക്കും ആ തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ആമീൻ പറയും. അല്ലാഹു നമുക്കും തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രത്യേകത അത് പ്രസംഗമല്ല, സംഘടിപ്പിക്കലല്ല, സമ്പത്തല്ല, സന്താനങ്ങളല്ല, ഒരുപാട് സമയങ്ങളിൽ ജീവിച്ചു എന്നതല്ല, ഭക്ഷണം ശേഖരിക്കാനുള്ള കഴിവല്ല, ശത്രുവിനെ തടുക്കാനുള്ള പ്രതിരോധ ശേഷിയല്ല, സംസാരിക്കാനുള്ള ഭാഷയല്ല, ചാടാനുമുള്ള കഴിവല്ല. മനുഷ്യന്റെ കഴിവ് നന്മയും തിന്മയും തിരിച്ചറിയാനുള്ള വിവേകം ശക്തി തിരിച്ചറിവ്. ആ തിരിച്ചറിവിന്റെ തിരുനാളം കത്തിയ ആളുകളാണ് അവർ. തിരിച്ചറിവ് എന്നുള്ളൊരു സംഗതി ഉണ്ട്. അതിന്റെ തിരുനാളം കത്തിയാൽ ജീവിതം അടിമുടി മാറും. നമുക്ക് തിരിച്ചറിവുണ്ടോ? നമ്മളിപ്പോ ഈ ഓടുന്നതും ചാടുന്നതും അധ്വാനിക്കുന്നതും അബുദാബി പോണതും ദുബായ് പോകുന്നതൊക്കെ നല്ലതാണ്. പക്ഷെ ഒക്കെ എന്തിനാ? മണ്ണിട്ട് മൂടിയാ തുടങ്ങുന്ന ഒരു ജീവിതമുണ്ട്. ആ ജീവിതത്തിന് വേണ്ടി എന്താണ് ചെയ്തത് എന്ന് നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ഈ രാത്രിയിൽ ചിന്തിച്ചാൽ സീറോ ആയിരിക്കും മറുപടി. സീറോ ആയിരിക്കും മറുപടി.
വളരെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ട സന്ദർഭമാണ്. കാണുന്നത് മുഴുവനും പേക്കൂത്തും കേൾക്കുന്നത് മുഴുവനും ഹൃദയം ഒരുകുന്ന ഞെട്ടുന്ന ഭീകരമായ റിപ്പോർട്ടുകളും ഇന്നലെയും കേരളത്തിൽ എട്ടും പൊട്ടും തിരിയാച്ച വളരുന്ന ഒരു കൊച്ചുമോനെ ക്രൂരമായി ലൈംഗിക പീഡനത്തിന് ഇരയാക്കാൻ കിട്ടാത്തതിന്റെ പക തീർത്തു പലവട്ടം വെള്ളത്തിൽ മുക്കി മുക്കി കൊന്നത് 21 ഇന്നലെ 20-25 വയസ്സ് അല്ലെങ്കിൽ 20-30 വയസ്സിനിടയിലുള്ള കുട്ടികൾ ഇന്ന് കേരളത്തെ, ഇന്ത്യ രാജ്യത്തെ അല്ല ലോകത്തെ മുഴുവനും ഭീകരമായ പാത്രമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെയുള്ള കാലം വരാണ്ട് എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. യദുബു ഖൽബുൽ മുഅ്മിൻ കമാ യദുബുൽ മിൽഹു ഫിൽ മാ മിമ്മാ യറാ മിനൽ മുൻകരി ഫലാ യസ്തതിഉ അൻ യുഗയ്യിറ. എനിക്കും നിങ്ങൾക്കും ശേഷം ഒരു കാലം വരാനുണ്ട് ഈമാനുള്ള മനുഷ്യരുടെ ഹൃദയങ്ങളിൽ അന്ന് നടന്നുകൊണ്ടിരിക്കുന്ന പേക്കൂത്തു നിഷ്കരുണ കൊലകളും കണ്ടുകേട്ടുകൊണ്ട് ദൃശ്യശ്രാവ്യ മാധ്യമങ്ങളിലൂടെ അറിഞ്ഞ ഈമാനുള്ള തഖ്വയുള്ള മനുഷ്യന്റെ ഹൃദയം بلغ سلامي روضة فيها النبي المحترم أكبادنا مجروحة من سيفه جري مصطفى يرحم لنا പരവതാനിച്ചുകൊണ്ട് തുറന്നീട്ടിന്റെ തട്ടം നീട്ടി വിശ്വമാനവിഹാലയുടെ വിമോചനഗീതമായ മോചനിക്കുന്ന അൽബിന്റെ സുൽത്താനേ അഷ്റഫുൽ ഖൽഖി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്താണ് ഇപ്പം പുലരാത്തത്? ഇന്ന് കാണുന്ന, ഇന്ന് കേൾക്കുന്ന എല്ലാ റിപ്പോർട്ടുകളും അന്ന് മദീനയിൽ വെച്ച് വായിച്ച് വിവരം പറഞ്ഞ ആളല്ലേ മുഹമ്മദ് റസൂലുള്ളാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഹൃദയത്തെ മദീനയിൽ കെട്ടിത്തരട്ടെ. റസൂലുള്ളാഹിക്ക് ഒരു മിഅ്റാജ് ഉണ്ടായിട്ടുണ്ട്. അത് 7 ആകാശങ്ങൾക്കപ്പുറമാണ്. എന്നാൽ നമ്മുടെ മിഅ്റാജോ സപ്താകാശങ്ങൾക്ക് മീതെയല്ല. നമ്മുടെ മിഅ്റാജ് മുസ്തഫാന്റെ ഖദമിലേക്കാണ്. ഈ മഹാന്മാർ എന്തിനാണ് ഇവിടെ വന്നത്? പാറപ്പള്ളിയിൽ എന്തിനാണ് തമീമുൽ അൻസാരി റളിയല്ലാഹു തആല അടക്കമുള്ള മഹാന്മാർ എന്തിനാണ് അവർ വന്നത്?
ഇന്നലെ എനിക്ക് പരിപാടി പാറപ്പള്ളിയുടെ തൊട്ടടുത്തായിരുന്നു. ഞാനിങ്ങനെ പരിപാടി കഴിഞ്ഞ് പാതിരാവിന്റെ ഉള്ളറയിൽ അവിടെ നിന്ന് പ്രാർത്ഥനയും കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോ വണ്ടിയിലിരുന്ന് ചിന്തിച്ചു, ഈ കുന്ന് മാമലകൾക്ക് മുകളില് എന്തിനാണ് ബദരീങ്ങളിൽ മുത്തനബിയോട് ശരീരത്തോട് ചേർന്ന് നിന്ന് യുദ്ധം ചെയ്തൊരു മഹാ എന്തിനാണ് വന്നത്? എന്തിനാണ് കാസർഗോഡ് കുറെ സഹാബാക്കൾ എത്തിയത്? എങ്ങനെയാണ് കൊടുങ്ങല്ലൂരിൽ എത്തിയത്? ഇരുധരണി മന്ദമിറൈ തിരുത്തരുളർ ഹർനബി ഇരുബദറുകളിൽ വെളിവായി ശൈരവി കാഫറുകളെ വശിക്കുമിരേ ബാത്തിലെ ശശിനൽ ഫുർഖാനും പുലർവായി ശശിനൽ ഫുർഖാനും പുലർവായി. എന്തിനാണ് കൊടുങ്ങല്ലൂരിൽ ഒരു പിടിമഹാന്മാരായ സ്വഹാബാക്കൾ എത്തിയത്? പിന്നെ അവരിൽ നിന്ന് ചിലർ എന്തിനാണ് പാറപ്പള്ളിയിൽ എത്തിയത്? പലരും എന്തിനാണ് നിലാമുറ്റമെത്തിയത്? പലരും എന്തിനാണ് കാസർഗോഡ് എത്തിയത്? ചിലർ എന്തിനാണ് നിങ്ങളുടെ മണ്ണിലേക്ക് ഹിജ്റ 100-ന് ശേഷം എത്തിയത്? ഈ മഹാന്മാരായ സ്വഹാബാക്കളും താബീകളുമൊക്കെ വേഷം മാറി ഭാഷ മാറി വേഷം മാറി ഇവിടെ എത്തിയത് ഏറ്റവും വലിയൊരു കച്ചവടത്തിനാണ്. അത് ജ്വല്ലറി കച്ചവടമല്ല, അത് തേങ്ങാ കച്ചവടമല്ല, പാണ്ടാ കച്ചവടമല്ല, ടെക്സ്റ്റൈൽസ് തുടങ്ങാനല്ല, പറമ്പ് കച്ചവടത്തിനല്ല, ദീനാറ് ദിർഹമുകൾക്കല്ല, ഡോളറിന്റെ ഫുലൂസുകൾക്കല്ല. അവർ നടത്തിയ കച്ചവടമാണ് സൂറത്ത് സഫിൽ പടച്ചവൻ പറഞ്ഞത്. യാ അയ്യുഹല്ലദീന ആമനൂ ഹൽ അദുല്ലുകും അലാ തിജാറ തുൻജീകും മിൻ അദാബിൻ അലീം തുഅ്മിനൂന ബില്ലാഹി വറസൂലിഹി വതുജാഹിദൂന ഫീ സബീലില്ലാഹി ബിഅംവാലികും വഅൻഫുസികും ദാലികും ഖൈറുൽ ലക്കും ഇൻ കുൻതും തഅലമൂൻ يغفر لكم ذنوبكم ويدخلكم جنات تجري من تحتها الأنهار ومساكن طيبة في جنات عدن ذلك الفوز العظيم. സൂറത്ത് സഫിൽ പറഞ്ഞ് ഈ കച്ചവടം നടത്താൻ വന്ന ആളുകളാണ്. അവരല്ലേ വലിയ മുതലാളിമാര്? അവരല്ലേ വലിയ മുതലാളിമാര്? ഒരു വലിയ കച്ചവടം നടത്താൻ വന്നവരാ. അതുകൊണ്ടല്ലേ ഈ കച്ചവടത്തിന്റെ ലാഭവും നഷ്ടമൊക്കെ എപ്പോഴാ കണക്കാക്കുക? വൈകുന്നേര സമയല്ലേ? അതും ഖുർആനിൽ അല്ലാഹു തആല കണക്കാക്കിയിട്ടാണ് മുസാഫ് തീരുന്നത്. വൽ അസ്ർ, വൈകുന്നേര സമയം തന്നെയാണ് സത്യം. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, മനുഷ്യരൊക്കെ തീരാൻ. അതിനൊക്കെ അർത്ഥം വെച്ച ഇന്ന തേക്കീത് ലഫീ ഖുസ്ർ, അവിടെ തേക്കീത് ഖുസ്ർ എന്നുള്ളത് അത് നെക്കിറ. അപ്പൊ നമ്മൾ പറയും എല്ലാ ഭാഗത്തൊന്നും നഷ്ടം വന്നിട്ട് അതിന്റെ നടുവിലായിരിക്കണം. ഇല്ലല്ലദീന ആമനു, നമ്പർ 1 അടിസ്ഥാന രേഖ കയ്യിലുണ്ടാവും, ഈമാന. വഅമിലുസ് സാലിഹാത്ത് വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ് സബ്ർ. അതാണ് അതിൽ ഈ ഉമ്മത്തിൽ ഏറ്റവും മുന്തിയ 4 കച്ചവടക്കാരുണ്ട്. അബൂബക്കർ സിദ്ദീഖ്, ഉമർ ഫാറൂഖ്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, അലി ഇബ്നു അബി ത്വാലിബ്. അതുകൊണ്ട് ചില സൂഫിയാക്കളുടെ തഫ്സീറിൽ കാണാം ഇല്ലല്ലദീന ആമനു, ഇന്നൽ ഇൻസാന, നിശ്ചയം അബൂജഹൽ ലഫീ ഖുസ്ർ, നഷ്ടത്തിലാണ്. ഇല്ലല്ലദീന ആമനു, അബൂബക്കർ സിദ്ദീഖ് ഒഴിച്ച്, വഅമിലുസ് സ്വാലിഹാത്ത് ഉമറുൽ ഫാറൂഖ് ഒഴിച്ച്, വതവാസൗ ബിൽ ഹഖ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ഒഴിച്ച്, വതവാസൗ ബിസ് സബ്ർ അലി ഇബ്നു അബി ത്വാലിബ് ഒഴിച്ച്. ഇനിയുള്ളവരൊക്കെ രക്ഷപ്പെടൽ ഈ 4 ആളുകളെ പിടിച്ചിട്ടാണ്. ഇവരെല്ലാരും ഇവിടെ നിന്ന് കിടന്ന 4 ആളുകൾ. ഈ 4 ആളുകളെ ഫോക്കസ് ചെയ്ത വേറെ 4 ആളുകൾ. ഇനി ഇവരെ നമ്മൾ ഫോക്കസ് ചെയ്താൽ അവര് പോകുന്ന സ്വർഗത്തിൽ നമ്മളും പോകും. ഇതൊരു 3 പാർട്ടിയാണ്. ലോകത്തുള്ള എല്ലാരും 3 പാർട്ടിയായി ഒതുങ്ങും. ഇന്ന് 3 കോടി പാർട്ടികളാണ്. പക്ഷെ ഈ എല്ലാ പാർട്ടികളും കൂടി നാളെ 3 പാർട്ടിയായിട്ട് ഒതുങ്ങും. 1 അസ്ഹാബുൽ യമീൻ, 2 അസ്ഹാബുൽ ശിമാൽ, പിന്നൊന്ന് VVIP ആണ്, വെരി വെരി ഇമ്പോർട്ടന്റ് പേഴ്സൺ. ഇതിലൊന്നും കൊടുത്താൻ പറ്റില്ല. 1 അസ്ഹാബുൽ യമീൻ. അസ്ഹാബുൽ യമീൻ എന്ന് പറയാൻ കാരണം ഇവര് നാളെ അർഷിന്റെ വലത് ഭാഗത്ത് ശുജായികളായിട്ട് ഇങ്ങനെ ഇരിക്കും. അതുകൊണ്ടാണ് അസ്ഹാബുൽ യമീൻ എന്ന് പറഞ്ഞത്.
അല്ലെങ്കിലോ മേറാജിന്റെ രാത്രിയിൽ മുത്തനബി ഇവരെ കണ്ടത് ആദം അലൈഹി ഇസ്ലാമിന്റെ വലത് ഭാഗത്ത് ചിരിക്കുന്നവരായിട്ടാണ്. മനോഹരമായി വർണ്ണിച്ചില്ലേ? മനോഹരമായി പറഞ്ഞു. ദീർഘമായ ബൈത്താണ്, ഞാൻ അങ്ങോട്ട് കടക്കുന്നില്ല. ഒരു രാത്രി ബോറാത്തിലായി മുന്നേറിയ സഹയാത്രികൻ ജിബ്രീലദാസവാസിയെ അംലാക്കുകൾ അമ്പിയാക്കളും മണിനിന്നേ ആകാശലോകം കണ്ട് പൂമാൻ വന്നേ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. രാത്രിയിൽ ഇമാമത്തോ വഹിച്ചെന്ന് അക്കളും മണിനിന്നേ അവർക്കുള്ളവേ മർഹബ പാടിയെന്ന് മുസ്തഫയിൽ ആദരങ്ങള് നേർന്നേ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. അത്ഭുതകരമായ അവാച്യമായ ഭാഷകൾക്കോ ഭാവനകൾക്കോ അതീതമായ ഇന്ദ്രജാല പണിത മഹാസ്ഫോടനങ്ങൾക്ക് വൈജ്ഞാനികമായ സ്ഫോടനങ്ങൾക്ക് കാരണമായ യാത്രയില്ലേ? വൈജ്ഞാന മേഖലയിൽ ഇതിഹാസം സൃഷ്ടിച്ച പുണ്യനബിയുടെ ആകാശാരോഹണമില്ലേ? അതിൽ ആദം അലൈഹി ഇസ്ലാമിനെ കണ്ടപ്പോൾ ഒരു ഭാഗത്ത് വലത് ഭാഗത്ത് സുന്ദരന്മാരായ കുറെ കുട്ടികളും ഇടത് ഭാഗത്ത് കരിവാളിച്ച വികൃത രൂപത്തിലുള്ള മക്കളെയും കാണുകയാ. വലഭാഗത്തുള്ള മക്കളെ നോക്കിയിട്ട് വാപ്പ ചിരിക്കുകയാ, ഇടഭാഗത്തുള്ള മക്കളെ നോക്കിയിട്ട് വാപ്പ കരയുകയാ. കാരണം വലഭാഗത്തുള്ള മക്കള് സ്വർഗസ്ഥരാ, ഇടഭാഗത്തുള്ള മക്കള് നരകത്തിലേക്കുള്ള വിറകുകളാ. അപ്പോൾ അസ്ഹാബു ശിമാൽ എന്ന് ഇവരെ കുറിച്ച് പറയാൻ കാരണം ആദം അലൈഹി ഇസ്ലാമിന്റെ വലത് ഭാഗത്തിരുന്നത് കൊണ്ടാ. അല്ലെങ്കിലോ നാളെ ആഖിറത്തിൽ വെച്ചുകൊണ്ട് മനുഷ്യന്റെ ഫയൽ വിതരണം ചെയ്യപ്പെടും. നമ്മൾ ചെയ്ത എല്ലാ ഡീറ്റെയിൽസ് നമ്മളെ പരടിയിലുണ്ട്, എവിടേക്കും പോയിട്ടില്ല. അത് എവിടെയും പോയിട്ടില്ല, ഇവിടെ ഉണ്ട്. അൽസംന എന്ന് പറഞ്ഞാൽ കെട്ടി ബന്ധിപ്പിക്കാനായിട്ട് നമ്മൾ ആരാണ് എന്ന ഡീറ്റെയിൽസ് പരടിയിൽ ബന്ധിപ്പിക്കപ്പെട്ടവരായിട്ട് അതും താങ്ങിയിട്ട് നമ്മൾ നടക്കുന്നത്. യാ അല്ലാഹ്, നീ കബറിൽ പോയ എന്താവുന്നറിയോ? മുങ്കർ നക്കീർ എന്ന മലക്കുകൾ വരുന്നതിന് മുമ്പ് റൗമ എന്നുള്ളൊരു മലക്ക് വരാണ്ട്. ആ മലക്ക് നമ്മളെ കഫൻ തുണി മലക്ക് കണ്ട് കീറും, ഇങ്ങോട്ട് കീറും, എന്നിട്ട് കൈ തരും. എന്നിട്ട് ഒരു ഉക്തുബാമലക്ക ദുനിയാവിൽ കുറച്ചു കാലം ജീവിച്ചല്ലോ, 60 കൊല്ലം 63 കൊല്ലം 70 കൊല്ലം. ആ കാലം അത്രയും ചെയ്തതൊക്കെ ഇതിലാണ്ട് എഴുതി കൂടുക. മുങ്കർ നക്കീർ പിന്നെ അവര് ആദ്യം നടക്കുന്ന പരീക്ഷതാ. എത്ര ആൾക്കാരെ ഈ പരീക്ഷ നേരിടാനേ നമ്മൾ ഇന്നല്ലെങ്കിൽ നാളെ പോവാ. ഇതിനിടക്ക് ഈ മഹലിലുള്ള കുറെ ആളുകൾ ഈ എക്സാം നേരിട്ട ആളുകളാണ്. അവരെന്ത് എഴുതി വെച്ചു എന്നുള്ള അവർക്ക് അറിയുള്ളൂ, നമുക്ക് അറിഞ്ഞൂടാ. റഹ്മാൻ എന്നുള്ള മലക്ക് വന്നിട്ട് കഫൻ തുണി കൊണ്ട് കീറിയിട്ട് കൈ തരും. അത് കൈ തരാൻ കാരണം എന്താ പറയുക? അവനോട് എഴുതാൻ പറയും. അപ്പൊ പറയും പേപ്പർ ഇല്ലല്ലോ എന്ന്. മയ്യത്തിന്റെ അടുത്ത് പേപ്പർ ഇല്ലല്ലോ. അപ്പോ റഹ്മാൻ കഫൻ തുണി കീറും, എന്നിട്ട് ഓന്റെ കയ്യിൽ കിർത്താസായിട്ട് കൊടുക്കും. അത് പേപ്പറിന്റെ പണി അവിടെ എടുക്കും. അപ്പം പറയും പേനില്ലല്ലോ. അപ്പൊ റഹ്മാൻ ഇല്ലല്ലോ. അപ്പോൾ റഹ്മാൻ എന്ന ആവിൽ നിന്ന് ഉമനീരെടുത്തു കൊടുക്കും. ഇത് മശിയാ മയ്യത്ത് ഇരുന്നിട്ടാണ്ട് എഴുതാൻ തുടങ്ങും. അപ്പൊ അവന് ഓർമ്മ വരും. ഹീന ഇതിന് ആ സമയത്ത്
അവന്റെ ചീത്ത കാര്യങ്ങളും നല്ല കാര്യങ്ങളും കയോമിൻ വാഹിദ്, നേരം വെളുത്ത് വൈകുന്നേരത്തിനിടയിൽ ചെയ്തു കൂട്ടിയ കാര്യങ്ങള് ഒരു മനുഷ്യന്റെ ഓർമ്മയുടെ ഓളത്തിൽ എങ്ങനെ തള്ളി തികട്ടി വരുമോ അതിനേക്കാളും ഭംഗിയായി 100 കൊല്ലം ജീവിച്ചാലും ആ ജീവിതത്തിൽ മൊത്തം ചെയ്ത കാര്യങ്ങൾ അവന്റെ ഹൃദയത്തിലേക്ക് ഒഴുകുമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. ആ രംഗൊന്നും മനസ്സ് കണ്ടോക്കിട്ട് പോയാൽ മതി കേട്ടോ. ഇത് ഇന്നല്ലെങ്കിൽ നാളെ നടക്കാനുള്ള കാര്യമാണ്. എന്നോ എന്ന നിലയിൽ അങ്ങോട്ട് കണ്ണെറിഞ്ഞിട്ട് ഒരു സാധ്യത എന്നതിൽ വിലയിരുത്തണ്ട. ഇത് ഇന്ന് കണ്ണടച്ചാൽ ഇന്ന് നടക്കാനുള്ള സംഗതിയാണ്. എപ്പോഴാ മഴിക്കുക എന്ന് പറയാൻ പറ്റുമോ? എനിക്ക് എന്റെ റൂമിലെത്താൻ 4 മണിക്കൂറോ 5 മണിക്കൂറോ 6 മണിക്കൂറോ വേണം. നിങ്ങൾക്ക് നിങ്ങളെ വീട്ടിലെത്താൻ 1/2 മണിക്കൂറും 1 മണിക്കൂറും 20 മിനിറ്റൊക്കെ. നമുക്കൊക്കെ ആഖിറത്തിലെത്താൻ ഒറ്റ സെക്കൻഡ് മതി. പോരെ? ലോകം മാറാൻ 1 സെക്കൻഡ് മതി. വീട് മാറാൻ 1/2 മണിക്കൂർ. ലോകം മാറാൻ 1 സെക്കൻഡ് മതി. അല്ലേ? മേപ്പെട്ട് വലിച്ച ശ്വാസം കീപ്പിട്ട് കിട്ടിയില്ലെങ്കിൽ ഈ പറഞ്ഞ സ്ഥലത്ത് പേര് മാറി. ഇവിടെ ഇപ്പൊ നമുക്ക് പല ക്വാളിഫിക്കേഷൻ ഉണ്ട്. മാഷ്, ഡോക്ടർ, പ്രഭാഷകന്, എഞ്ചിനീയർ, പ്രസിഡന്റ്, സെക്രട്ടറി, ഖജാൻജി, ഖതീബ്, സ്വദർ, പാട്ടുകാരൻ, എഴുത്തുകാരൻ ഒക്കെ ഉണ്ട്. അല്ലെങ്കിൽ ഭാര്യ, ഭർത്താവ്, ഈ പേരുകളൊക്കെ നമുക്കുണ്ട്. എല്ലാ പേരും ഒടിഞ്ഞു മുറിഞ്ഞ് തകർന്നു പോകും. ഒറ്റ പേരിൽ ഒതുക്കും, മയ്യത്ത്. ഇനി ഒരു പേരില്ല. ഭാര്യയെ വിളിക്കണേ മയ്യത്ത് എന്നാണ്. പുതിയാപ്പിള്ള എപ്പോഴാ കൊണ്ടുവന്നല്ലോ ചോദിക്കാം, മയ്യത്ത് എപ്പോഴാ എടുക്കണമെന്ന് ചോദിക്കാം. ഏതെങ്കിലും വീട്ടിൽ ഭർത്താവ് മരിച്ചിട്ട് ആ ഭർത്താവിനെ കുറിച്ച്, മരിച്ച ഭർത്താവിനെ കുറിച്ച് എന്റെ ഭർത്താവിനെ എപ്പോഴാ നിങ്ങൾ കൊള്ളിക്കാട്ട് കൊണ്ടുവന്ന് ഏതെങ്കിലും ഭാര്യ ചോദിച്ചിട്ടുണ്ടോ? ഇല്ല. മയ്യത്ത്, മയ്യത്ത്. മകനും ബാപ്പയെ കുറിച്ച് മയ്യത്ത് എന്നാണ്, ഭാര്യ ഭർത്താവിനെ കുറിച്ച് മയ്യത്ത് എന്നാണ്, ജ്യേഷ്ഠനുജനെ കുറിച്ച് മയ്യത്ത് എന്നാണ്, ഉറ്റവർ ഉടയവരെ കുറിച്ച് മയ്യത്ത് എന്നാണ്, പെങ്ങന്മാരുടെ ഇടയിൽ മയ്യത്ത് എന്നാണ്. സകല ക്വാളിഫിക്കേഷനും ഒടിഞ്ഞുപോയി മോനെ, വിശേഷണങ്ങൾ തകർന്നുപോയി മോനെ. മയ്യത്തിന്റെ പേരും പേറിയിട്ട് 6 കാലുള്ള കട്ടിലേറി, ആരാന്റെ തോളിലേറി, ആരാരുമില്ലാത്ത 6 അടിയുടെ അഴിയിലേക്ക് പോകുമ്പോ 6 അടിയുടെ അടിയിൽ വെച്ചുകൊണ്ട് നടക്കുന്നതിനൊക്കെ സത്യമാണ് നിങ്ങളെ കേൾപ്പിച്ചത്. റഹ്മാൻ വന്നുകൊണ്ട് എഴുതാൻ ആവശ്യപ്പെടുന്ന സമയത്ത് അല്ലാഹ് ധാരാളം നന്മകൾ എഴുതാൻ അല്ലാഹു നമുക്ക് അവസരം നൽകട്ടെ. ഈ മയ്യത്ത് ഇരുന്നിട്ട് ഇങ്ങനെ എഴുതാൻ തുടങ്ങും. എഴുതി കഴിഞ്ഞാലേ ഈ മലക്ക് ആ പേപ്പർ ഇങ്ങോട്ട് വാങ്ങും. എന്നിട്ട് ചുരുട്ടിയിട്ട് ഒരു മാല ഉണ്ടാക്കും, ഒരു മാല. എന്നിട്ട് മയ്യത്തിന്റെ കഴുത്തിൽ ഇട്ട് കൊടുക്കും. സുബ്ഹാനല്ലാഹ്. നമ്മളിപ്പോ പല വീടുകളിലുണ്ടല്ലോ അറ്റാക്ക് രോഗികൾ, ക്യാൻസർ രോഗികൾ. നമ്മൾ അവരെ സന്ദർശിക്കാൻ ചെന്നാൽ അവരെ തലണിന്റെ അടിയിലുണ്ടാവും അവരെ രോഗത്തിന്റെ എല്ലാ വിവരങ്ങളും എഴുതിയ ഡോക്ടർ കൊടുത്തിട്ട് ഡീറ്റെയിൽസ് പേപ്പർ ഉണ്ടാവും. നമുക്ക് കാണിച്ചു തരുതാ, എക്സ്റേ എടുത്ത് കാണിച്ചു തരും. ഏകദേശം ഇതുപോലെയാണ് മയ്യത്ത് കിടക്കുന്നത്. ഇനിയിപ്പോ കബറിനുള്ളിൽ നിന്ന് നീറ്റാൽ ഓനെ എടുക്കാൻ പോണേ എന്നതിന്റെ ഡീറ്റെയിൽസ് ഓന്റെ തലക്കടിയിലുണ്ട്. അത് വെച്ചിട്ടാ കിടക്കുന്നത്. എത്ര കൊല്ലാ കിടക്ക? 10,000 കൊല്ലായിട്ട് കബർ കിടക്കുന്ന ആൾക്കാർ ഭൂമിയിലില്ലേ? ഇല്ലേ? 10,000 കൊല്ലായിട്ട് കിടക്കുന്ന, നിങ്ങളൊക്കെ പള്ളിക്കാട്ടിൽ 1000, 500, 700 കൊല്ലായിട്ട് കിടക്കുന്ന ആൾക്കാരില്ലേ? ദുനിയാവിൽ ആകെ നമ്മളെ ജീവിക്കൽ കൂടി വന്ന 60, 70 കൊല്ലം. ഇപ്പൊ ഈ സാസലിന്റെ 70 വയസ്സിന് മേലുള്ള ആൾക്കാർ അങ്കുലി പരിമിതമല്ലേ? ഒരു വിരൽ കൊണ്ട് എണ്ണാവുന്നതല്ലേ ഉള്ളൂ. കാരണം 70-ന് മേലെ പോകൂല. പോയാൽ തന്നെ വളരെ കുറഞ്ഞ ആളുകളെ പോകൂ എന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. 70 കൊല്ലം തന്നാൽ 25,000 കൊല്ലത്തിന് ഒരു 30,000 ദിവസം ആവൂല. 70 കൊല്ലം കിട്ടിയാലേ 30,000 ദിവസം ഭൂമിയിലില്ല. 30,000 ദിവസം 100 കൊല്ലം കിട്ടിയാണ്ടാവും. അങ്ങനെ ആകുമ്പോ 15,000 ദിവസം ഉറങ്ങാണ്. പിന്നുള്ളത് ഉണർവിൽ 15,000 ദിവസം. പകുതി ഉറങ്ങല്ലേ? 30,000 ദിവസം കിട്ടിയാ ദുനിയാവിൽ നമ്മളുള്ളത് 15,000 ദിവസം. പിന്നെ തക്ലീഫ് ഇല്ലാത്ത ലോകാണ്, ബർസഖിയായ ലോകം. ഉറക്കം ബർസഖല്ലേ? ഉറക്കം ബർസഖല്ലേ? കിനാവല്ലേ? ബോധമുണ്ടോ? ആ 15,000 ദിവസം തന്നെ എന്താ? അല്ലാ, സൂര്യൻ ഉണ്ടായിട്ട് 1500 കോടി കൊല്ലായി. ഇനി കുറെ കാലം ഉണ്ട്. അതിനിടയ്ക്ക് നമ്മൾ വന്നു പോണത് 60 കൊല്ലം. അപ്പൊ ഈ മഴയത്ത് പൊടിയുന്ന പാറ്റകളുടെ ആയുസ് പോലെ നമുക്കില്ല.
ദുനിയാവിലേക്ക് ചേർത്തി നോക്കിയാലേ നമുക്ക് 70 കൊല്ലം കിട്ടിയാലും മഴയത്തെ ഇടക്ക് പൊടിഞ്ഞു വരല്ലോ പാറ്റകള്. അത് എവിടുക്കാ വന്ന് എവിടുക്കാ പോയിന്ന് അറിയില്ല. അതുപോലെ ഇപ്പൊ നമ്മള് വന്നോളൂ. ഇതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഓടിക്കളിക്കുന്നതും അധ്വാനിക്കുന്നതും ഉറക്കൊഴിക്കുന്നതും വർക്ക് ചെയ്യുന്നതും അബുദാബി പോണതും ദുബായിൽ ഇരിക്കുന്നതും അമേരിക്ക പോണതും കെട്ടികളെ കാണാതിരിക്കുന്നതും കുട്ടികളെ ഒഴിവാക്കുന്നതും നാട്ടുകാരോട് വിട പറയണതും കഷണ്ടി തലയിട്ട് തിരിച്ചു വരുന്നതും രോമം കരിയുന്നതും രോമം ഉരുകുന്നതും രോമം നരക്കുന്നതും പ്രഷറും പ്രമേയം അടിക്കുന്നതും പള്ള വീർക്കുന്നതും ഇതൊക്കെ ഈ 70 കൊല്ലത്തിന് വേണ്ടിയിട്ടാണ്. അതൊക്കെ നടത്തണം. പക്ഷേ ഭൂമിയുടെ മുകളിൽ ഉണ്ടാവുകയാണെങ്കിൽ 70 കൊല്ലമാണ്. അതിൽ തന്നെ 35 കൊല്ലം ഉറക്കമാണ്. എന്നാൽ ഭൂമിന്റെ അടിയിലോ അത് 100 കൊല്ലമായി കിടക്കുന്നവരുണ്ട്, 200 കൊല്ലമായി കിടക്കുന്നവരുണ്ട്, 500 കൊല്ലമായി കിടക്കുന്നവരുണ്ട്, 1000 കൊല്ലമായി കിടക്കുന്നവരുണ്ട്, 10,000 കൊല്ലമായി കബറിൽ കിടക്കുന്നവരില്ലേ. മോനെ, നമ്മൾ ഇന്ന് മരിച്ചാൽ എപ്പോഴാണോ ഖിയാമത്ത് നാൾ, ആ ഖിയാമത്ത് നാൾ വരെ കിടക്കേണ്ടത് പള്ളിക്കാട്ടിലെ ആരുമില്ലാത്ത ഗുഹയിലല്ലേ? അത് ഇരുട്ടുകൊണ്ട് പെയിന്റിട്ട ഭീകരമായ ഗുഹയല്ലേ? അവിടെ സുഹൃത്തുക്കളായി കടന്നു വരുന്നത് പുഴുക്കളല്ലേ? അവിടെ മെത്തക്ക് പകരം മൺകുറ്റികളല്ലേ? ഓർക്കാറുണ്ടോ ഉമ്മ? ഓർക്കാറുണ്ടോ പെങ്ങളെ? منزله ويا من التراب وسعده ويا من الدود جيرانه ويا من المنكر والنكير زفاره وكم من منتظر يوما لا يبلغ وكم من مستقبل يوما لا يستقبل. ആ പരമസത്യത്തിലേക്ക് ഹൃദയങ്ങളെ മാടി വിളിച്ചുകൊണ്ട് തട്ടുണർത്തിയല്ലേ 1500 കൊല്ലങ്ങൾ മുമ്പ് ഹൃദയത്തിലേക്ക് അതാ അല്ലാഹുവിന്റെ റസൂൽ ശക്തമായ ഭാഷയിൽ മുന്നറിയിപ്പ് നൽകിയത്. യാമനിൽ മൗത്തു ആയത്തുഹു, എല്ലാത്തിന്റെയും അവസാനമായി മരണം വരിക്കുന്നവനെ, എല്ലാത്തിന്റെയും അവസാനമായി മരണം വരിക്കുന്നവനെ. നമ്മളെ ഓരോ നടത്തം മൗത്തിലേക്കാണ്, മറക്കണ്ടോ? ഓരോ സ്റ്റെപ്പും മൗത്തിലേക്കാണ്. മൗത്ത് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്നത് ഖബറിലേക്കാണ്. ഖബറിൽ നമ്മൾ കിടക്കുന്നത് ഊത്ത് കേട്ടാൻ നീക്കാൻ വേണ്ടിയാണ്. നീച്ച നമ്മൾ പോണത് മഹ്ശറീക്ക. മഹ്ശറിന് തീരുമാനമാവും 2 ദിവസത്തിൽ. അതിന്റെ ആകെ തുകയാണല്ലോ നിസ്കാരം. നിസ്കാരം ഒരു സംസ്കാരമാണ്. നിസ്കാരത്തിലെ ഖിയാം അത് ആലമുൽ അർവാഹിനെ ഓർമ്മപ്പെടുത്തുന്നതാണ്. നിസ്കാരത്തിലെ റുക്കൂഅ് അത് ആലമുൽ ബുത്തൂൻ ഉമ്മന്റെ ഗർഭാശയത്തിലുള്ള ഭ്രൂണാവസ്ഥയെ ഓർമ്മപ്പെടുത്തുന്നതാണ്. നിസ്കാരത്തിലെ ഇഅ്തിദാൽ അത് ദുനിയാവിന്റെ ജീവിതത്തെ ഓർമ്മപ്പെടുത്തുന്നതാണ്. നിസ്കാരത്തിലെ സുജൂദ് ആ ഖബറിലെ കിടത്തത്തിനെ ഓർമ്മപ്പെടുത്തുന്നതാണ്. നിസ്കാരത്തിലെ അത്തഹിയാത്ത് അത് മഹ്ശറിലുള്ള ഹിസാബിന്റെ ഓർമ്മയെ നമ്മൾ മനസ്സിലേക്ക് കൊണ്ടുവരുന്നതാണ്. 2 സലാം, ഫരീഖും ഫിൽ ജന്ന വ ഫരീഖും ഫിസ് സഈർ. ജീവിതം ഇതിൽ എവിടെ പോകണം നമ്മൾ ചിന്തിക്കണം. ദുനിയാവിന് എഴുത്തിദാലിന്റെ സമയമുള്ളൂ. എഴുത്തിദാലിന് കുറെ സമയമുണ്ടോ? ഇല്ലല്ലോ. എഴുത്തിദാലിന് കുറഞ്ഞ സമയമല്ലോ ഉള്ളൂ. ദുനിയാവ് അത്ര ഉള്ളൂ. കിട്ടിയവർക്ക് കിട്ടിയാൽ. അതിനിടയിൽ ഭൂമിയിൽ വരുമ്പോ മോനായി, കുറച്ച് കഴിഞ്ഞാൽ ജ്യേഷ്ഠനായി, കുറച്ച് കഴിഞ്ഞാൽ ഭർത്താവായി, കുറച്ച് കഴിഞ്ഞാൽ വാപ്പയായി, കുറച്ച് കഴിഞ്ഞാൽ വെല്ലിപ്പയായി, പിന്നെ മയ്യിത്തായി. പക്ഷെ ഈ മയ്യിത്ത് എപ്പോഴും കയറി വരാം. ആ വെല്ലിപ്പായിട്ടേ മയ്യിത്താവുള്ളൂ എന്ന് ആർക്കെങ്കിലും ഉറപ്പിക്കാൻ പറ്റുമോ? മിഞ്ഞാന്ന് എന്നോട് ഒരാൾ വാഴ കഴിഞ്ഞപ്പോ കരഞ്ഞോണ്ട് പറഞ്ഞു, ഉസ്താദേ എന്റെ സ്റ്റാഫ് മരിച്ചിട്ടുണ്ട്, ദ്വാരക്കണം. ഞാൻ ചോദിച്ചു എത്ര വയസ്സായി? 37 വയസ്സായി. അസുഖം ഉണ്ടായിരുന്നു. ഇന്നലെ രാത്രി സഭയിൽ ചിരിച്ച് ചോറയിച്ച് തമാശ പറഞ്ഞ് പോയി കിടന്നതാ. പിന്നെ എണീച്ചില്ല. ഒരു സോക്കടും ഇല്ല. സോക്കട് വേണ്ട മരിക്കാന് ഇന്ന് ഖുർആൻ പറയുന്നുണ്ട്. സമയായ മദീന, സമയായ മദീന. അള്ളാഹു ആദ്യം ഒന്നിങ്ങനെ മലക്കി, قل إن الموت الذي تفرون منه فإنه ملاقيكم ثم تردون إلى عالم الغيب والشهادة فينبئكم بما كنتم تعملون.
സൂറത്തുൽ ജമയിൽ അല്ലാഹു തആല മെല്ലൊന്ന് നുള്ളിങ്ങാണ്ട് പറഞ്ഞു, ഖുൽ നബിയെ തങ്ങൾ പറയുക, ഇന്നൽ മൗത്തല്ലദീ തഫിറൂന മിനു, മരണം അതിനെത്തൊട്ട് നിങ്ങൾ ഒളിച്ചോടുന്നുണ്ട്. ഷുഗർ വരുമ്പോഴേക്ക് ഗുളിക, ഇൻസുലിൻ ഒക്കെ ആയിട്ട് നിങ്ങൾ എങ്ങനെങ്കിലും മരണത്തിന്റെ കരാള ഹസ്തങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അലോപ്പതിയും നിങ്ങൾ ആയുർവേദിക്കും ഹോമിയൊക്കെ നിങ്ങൾ സർജറിക്കായിട്ട് ഒരുപാട് അത് നിങ്ങളെ കണ്ടുമുട്ടും. എവിടെയാണെങ്കിലും യുദ്രിക്കുമുൽ മൗത്ത് ഹൈതു കുന്തും വലൗ കുന്തും ഫീ ബുറൂജിൻ മുശയ്യദ, നിങ്ങൾ ബുർജ് ഖലീഫയുടെ നെറുകിലുള്ള റൂമിലാണെങ്കിലും അസ്റായിൽ അങ്ങോട്ട് വരുമെന്ന് ഖുർആൻ. ബുർജ് ഖലീഫ എന്നുള്ള ഇതിന്റെ വക അർത്ഥം വെച്ചാണ്. ഫീ ബുറൂജി എന്നാ ഖുർആൻ പറഞ്ഞു. അവിടെ ഖലീഫ ഞാൻ കൂട്ടിക്കൊടുത്തു. ബുർജ് ഖലീഫയുടെ മുകളിലുള്ള റൂമിൽ നിങ്ങൾ എല്ലാ സൗകര്യവും സംവിധാനവും ഉപയോഗപ്പെടുത്തിയിട്ട് ആരോഗ്യ ദൃഢഗാത്രനായി നിൽക്കുകയെന്ന് കൂട്ടുക. സമയം സമാഗതമായാൽ ഒരു സെക്കൻഡ് എക്സ്റ്റൻഷൻ മരിച്ചു വീഴണം. അത്ഭുതം കേട്ടോ. സൂറത്ത് നമ്പർ 62 അതിൽ അല്ലാഹു തആല ഒന്നും എല്ലാം പറഞ്ഞു വെച്ചു. നിങ്ങൾ അതിന് കുതിരെ രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്, പക്ഷെ അത് നിങ്ങളെ കണ്ടുമുട്ടെന്ന് പറഞ്ഞു. സൂറത്ത് നമ്പർ 63 ആയപ്പോ അല്ലാഹു തആല ഭാഷക്കാണ്ട് കട്ടികൂട്ടി. ഒരൊറ്റ പ്രഖ്യാപന 63 62 ഇങ്ങനെ ഒന്ന് മളക്കി വിട്ടു. 63 കട്ടി കൂട്ടിയിട്ട് ഞെട്ടും പൊട്ടിട്ടിട്ട് ഒരൊറ്റ ചവിട്ട. എന്താ സൂറത്ത് നമ്പർ 63 പ്രത്യേകത? അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രായം 63. ഖുർആൻ അങ്ങനെ ഒന്ന് പഠിക്കണം, അല്ലാതെ ജബ്ബാർ മാഷ് വായിച്ചവരെ വായിച്ചിട്ട് കാര്യമില്ല. ഖുർആൻ വായിക്കുമ്പോഴാണ്ട് വായിച്ചാണ്ടല്ലോ ഈ സാധനം കൈ നോക്കൂല. 2-3 ഐറ്റം വായനയുണ്ട് ഖുർആൻ. ഇസ്ലാമിന്ന് പുറത്തു പോണ ഒരു വായനയുണ്ട്, അതാണ് ഇപ്പൊ കൂടുതൽ നടക്കുന്നത്. ഈമാൻ ഉറക്കണ ഒരു വായനയുണ്ട്, അത് അപൂർവ ആളുകളുടെ തൗഫീഖാണ്. ഇഹ്സാനിന്റെ സമുന്നത സ്ഥാനത്ത് എത്താനുള്ള ഒരു വായനയുണ്ട്, അത് അള്ളാഹു പ്രത്യേകം തെരഞ്ഞെടുത്ത ആളുകളുടെ ലക്ഷണമാണ്. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ. 63-ാമത്തെ സൂറത്തിൽ എന്താണ് ഈ ആയത്ത് വരാൻ കാരണം? ഞാൻ പറയല്ല, എടുത്തോക്ക് റൂഹുൽ ബയാൻ. ലൻ യുഅഖിറല്ലാഹു നഫ്സ മുഹമ്മദിൻ. സമയം സമാഗതമായ ഒരു ശരീരത്തിനെയും പടച്ചവൻ നീട്ടിവെക്കൂല്ല. അത് 63-ാമത്തെ സൂറത്തിൽ കൊണ്ടുവന്നുകൊണ്ട് നഫ്സനെന്ന് അതിശക്തമായി അല്ലാഹു പറയാനുള്ള കാര്യം എന്ന പടച്ചവന്റെ ആദത്തിൽ നിന്ന് സാക്ഷാൽ പ്രാപഞ്ചിക പ്രതിഭാസങ്ങളുടെ കാരണക്കാരനായ അല്ലാഹുവിന്റെ അഫ്ളലായ അഹബ്ബായ അക്രമായ അഅലമായ നൂറുന്നല നൂറായ മുത്ത് മുഹമ്മദ് മുസ്തഫ ഒഴിവാകുകയില്ല. പക്ഷെ ലോകത്തൊരു അത്ഭുതം നടന്നു. ഏതൊരാൾക്കും ആഖിറത്തിലെത്താൻ, ശ്രദ്ധിക്കണേ, ഏതൊരാൾക്കും ആഖിറത്തിലെത്താൻ മൗത്ത് എന്ന വാതിലൂടെ അല്ലാതെ ആഖിറത്ത് കാര്യം എത്തൂല. ഒരാള് നേരത്തെ എത്തി, അവിടെ പോയി കണ്ടിട്ട് തിരിച്ചു വന്നിട്ട് പിന്നെ വേറൊരു പോക്ക് രണ്ടാമത് പോയി. മൗത്തില്ലാതെ ആഖിറത്തിൽ എത്തിയിട്ട് അവിടത്തേക്ക് കണ്ടുവന്ന ആളെ പേരാണ് മുഹമ്മദ് മുസ്തഫ. ആ മക്കാമ് മനസ്സിലാക്കാതെ സലാത്തല്ലായിരുന്നു. റസൂലുള്ളാഹിന്റെ വിധാനങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. ആ ബശരീയത്തിന്റെ ലാഹിർ അവസ്ഥ ഇന്ത്യക്ക്, എന്നിട്ട് കുറെ ഹദീസ് ഇങ്ങനെ പഠിക്കുക, എന്നിട്ട് ഇസ്ലാം എന്ന് പുറത്തു പോവാ. ഇതാണ് ഇപ്പൊ പണി. 9 കല്യാണം, 6-ാം വയസ്സിൽ ആയിഷാബി, തിന്നീലെ, ആടിനെ അർത്തിയിലെ, മുണങ്ങിയിലെ. അള്ളാന്റെ റസൂലിന്റെ വിധാനങ്ങൾ ഒന്ന് പഠിക്കണ്ടേ? ബശരീയത്തിന്റെ അവസ്ഥയിൽ എല്ലാവർക്കും മാതൃകയാക്കാനുള്ള കുറെ കാര്യങ്ങൾ റസൂലുള്ളാഹിന്റെ ജീവിതത്തിലുണ്ട്. അവിടെ അടി കൊണ്ടിട്ടുണ്ട്, പട്ടിണി കിടന്നിട്ടുണ്ട്, പരാജയപ്പെട്ടിട്ടുണ്ട്, ഒക്കെ ശരിയാണ്. അവിടെ പ്രയാസപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അതേ ആളെന്നെ 7-ആകാശത്തിന്റെ മുകളിൽ അർശിന്റെ വിരുന്നുകാരനായത്. ഹിജറ പോണ സമയത്ത് സിദ്ദീഖുൽ അക്ബർ ആ സഹയാത്രികന്, മേറാജ് പോണ സമയത്ത് സിദ്ദീഖുൽ അക്ബർ കൂടല്ല, അവിടെ ഇല്ലാത്തോണ്ടല്ല ആ യാത്രക്ക് സിദ്ദീഖ് എന്നവരെ പറ്റൂല. ഇതുമാണ് അതുമാണ് ഏതുമാണ് മുഹമ്മദ് മുസ്തഫ. ചിന്തിക്കണേ, ചിന്തിക്കണേ, വളരെ ഗൗരവത്തിൽ ചിന്തിക്കണേ, വളരെ ഗൗരവത്തിൽ ചിന്തിക്കണേ. ആ
അള്ളാന്റെ റസൂലിന്റെ പ്രായം 63 63ാമത്തെ സൂറത്തിലാണ് പടച്ചവൻ കട്ടായമായി പറയുന്നത് ലന്നിട്ട് പറഞ്ഞാൽ നഹു പഠിച്ച ആളുകൾക്കറിയാം തൗക്കീദ് കൊണ്ട് നഫി ചെയ്യലാണ്. ലാട്ട് പറഞ്ഞാൽ തൗക്കീദില്ല, എന്നാൽ ലന്നിട്ട് പറഞ്ഞാൽ തൗക്കീദാണ്. നിശ്ചിത സമയം സമാഗതമായാൽ ഒരു ശരീരത്തിനെയും ഒരു സെക്കൻഡും പടച്ചവൻ നിശ്ചയം നീട്ടിക്കൊടുക്കൂല. നമുക്ക് പടച്ചവൻ കണക്കാക്കി ഈ രാത്രിയാണെങ്കിൽ നാളെ സുബഹിക്ക് എണീക്കൂല എന്നാണ് പറഞ്ഞതിന്റെ വായന. ഇത് തലയിലുണ്ടെങ്കിലേ പെരുമാറ്റം മാറും, ജീവിതം മാറും, അടിമുടി മാറും. ഒരിക്കലും നിസ്കാരം കളാക്കൂല. അങ്ങനെ നിസ്കാരം കളാക്കിയാൽ ഒരു വക്കത്ത് നിസ്കാരം കളാക്കിയാൽ നരകത്ത് കിടക്കേണ്ടി വരിക 6400 കൊല്ലം. മനസ്സിലായിട്ടില്ല എന്ന് പറയണ്ട കേട്ടോ. ആണുങ്ങളോടും പെണ്ണുങ്ങളോടും പറയാം. നിസ്കരിക്കുന്ന പെണ്ണുങ്ങൾ കല്യാണം വന്നാൽ നിസ്കാരമില്ല, നിസ്കരിക്കുന്ന ആൺകുട്ടികള് ടൂറ് പോകുമ്പോ നിസ്കാരമില്ല, കല്യാണം വന്നാൽ നിസ്കാരമില്ല, പുതിയാപ്പിള പോകുമ്പോ നിസ്കാരമില്ല, വാളിന്റെ തിരക്കില് നിസ്കാരമില്ല. ഒരു വക്കത്ത് നിസ്കാരം ഒഴിവാക്കിയാലല്ല, നിസ്കാരം തിരസ്കരിച്ചാലല്ല, സമയം തെറ്റിച്ചാൽ അതിന്റെ പേരിൽ നരകത്തിൽ കിടക്കേണ്ടി വരിക 6400 കൊല്ലം. ഇപ്പൊ 2 വക്താവുമ്പോഴോ 12800 കൊല്ലായി. 4 വക്താവുമ്പോഴോ 15400 കൊല്ലം. എന്റെ ഓർമ്മ അങ്ങനെ. 5 വക്താണെങ്കിലോ 30000 കൊല്ലത്തിന്റെ മേലെ. നിങ്ങൾ സ്കൂളിൽ നിന്ന് ടൂറ് പോയി, പ്രായപൂർത്തിയായ കുട്ടികള് ഒരു ദിവസം ഉള്ളു നിസ്കരിച്ചില്ല, എന്നിട്ട് വൈകുന്നേരം എത്തിയാൽ ഇതിന്റെ പേരിൽ നാളെ നരകത്ത് കിടക്കേണ്ടി വരിക 30000 കൊല്ലം. ആദം നബി ദുന്യാവൊക്കെ വന്നിട്ട് 10000 കൊല്ലായിട്ടില്ല. ബോധമുണ്ടോ നിസ്കാരം ഒഴിവെക്കുന്ന ആളുകൾക്ക്? ആണാണെങ്കിലും പെണ്ണാണെങ്കിലും കേട്ടോ, ജീവിതം ഇതല്ല, ഇത് കിനാവാ, ഇത് കിനാവാ. ഇതിന് അള്ളാഹു ജീവിതമായിട്ട് പോലും കണ്ടിട്ടില്ല. ജനങ്ങളൊക്കെ പേക്കിനാവിലാണ്, ഉറക്കിലാണ്, അവർ ഉണരുന്നത് മൗത്തോടെയാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഇത് ജീവിതമല്ല, ഇത് ജീവിതത്തിലേക്കുള്ള യാത്രയാ. അവരാണ് ജീവിതത്തിലെത്തിയവര്. ഇത് തലക്ക് കയറിയാലേ ജീവിതം മാറും. ഭാര്യമാരോടുള്ള സംസാരത്തിൽ ഉപദേശം ഉണ്ടാവും. മക്കൾക്ക് ഭക്ഷണം മാത്രമല്ല ശിക്ഷണവും കൊടുക്കും. ഇന്ന് ശിക്ഷണവും ഇല്ല, ഭക്ഷണമുള്ളൂ. അതുകൊണ്ട് അഫാന്മാരുണ്ടാകുന്നു. ഏതൊരു മനുഷ്യന്റെയും പ്രകൃതിയിൽ പരീക്ഷണാർത്ഥം പടച്ചവൻ സന്നിവേശിപ്പിച്ചതാണ് അൽ ഖുവത്തുൽ ബഹീമിയ, അൽ ഖുവത്തു സബഇയ്യ. ഇത് ശിക്ഷണം കൊടുത്തിട്ടില്ലെങ്കിൽ വളർന്നു വലുതാവും. അപ്പോ അൽ ഖുവത്തു സബഇയ്യ എന്താ? മാനകൊല്ലയുടെ മോണ്ടാവും അതിന്റെ അർത്ഥം. അൽ ഖുവത്തുൽ ബഹീമി എന്താ? പെങ്ങളെ മാനഭംഗപ്പെടുത്തുന്ന ആങ്ങളുണ്ടാവും, ഉമ്മാനെ മാനഭംഗപ്പെടുത്തുന്ന മകനുണ്ടാവും. കാരണം ബഹീമിയ സ്വഭാവം എന്ന് പറഞ്ഞാൽ വികാരം എന്നാ പൂർത്തിയാക്കും, മുമ്പിൽ ആരാ നോക്കൂല. അതാണ് ബഹീമിയ സ്വഭാവം. സബഇയ്യ സ്വഭാവം എന്ന് പറഞ്ഞാൽ ആരടാ ഞാനടാ, വാടാ പോടാ, കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ. അപ്പോ തന്റെ ആവശ്യത്തിന് വേണ്ടി മസിലുള്ള മോനെ ബലഹീനയായ ഉമ്മാന്റെ കഴുത്ത് എരിച്ചു കൊല്ലും. അതിനാണ് അൽ ഖുവത്തു സബഇയ്യ എന്ന് പറയാം. ഇത് എപ്പോഴാ ഉണ്ടാവുക? ഇതിനെ നിർവീര്യമാക്കുന്നത് ഇൽമാണ്. ഏത് ഇൽമ്? റബ്ബിന്റെ ഇൽമ്. അത് എവിടുന്നാ കിട്ടുക? അത് മദ്രസ കിട്ടുക, അത് പള്ളിയർസെന്നാ കിട്ടുക, അത് ഇസ്ലാമിക കലാലയങ്ങളിൽ നിന്നാ കിട്ടുക. എല്ലാ മതത്തിലുണ്ട്. മാതാവിനെ ബഹുമാനിക്കണമെന്നുണ്ട്, പിതാവിനെ ബഹുമാനിക്കണമെന്നുണ്ട്, കാരുണ്യം ചെയ്യണമെന്നുണ്ട്. എല്ലാ മതത്തിലുള്ളതല്ലേ അത്? ലോക സമസ്ത സുഖിനോ ഭവന്ത് എന്തല്ലേ? ഇവിടെ ഒരുപാട് ഹൈന്ദവ സഹോദരന്മാർ. ഞാൻ വാളിന് കയറി വരുന്ന സമയത്ത് ഈ പള്ളി കമ്മിറ്റിന്റെ സ്വീകരണത്തിൽ അവിടെ ചായ പിടിച്ചിട്ട് ഇരിക്കുന്നുണ്ട്. ഞാൻ നിസ്കരിക്കാൻ കയറിയതായിരുന്നു, കണ്ടപ്പോ സന്തോഷായി. ബാന്ധവ മാനവ സർവേ എന്നല്ലേ സകല മനുഷ്യരും ഒറ്റ ബന്ധുക്കളായി മാറട്ടെ. ലോക സമസ്ത സുഖിനോ ഭവന്തു എന്നല്ലേ ഈ ഹൈന്ദവരായ സഹോദരന്മാർക്ക് മുസ്ലിമീങ്ങളെ ശത്രുക്കളായി കാണാൻ പറ്റുമോ? ഇനി മുസ്ലിമീങ്ങളെ കാര്യമോ? നിസ്കാരത്തിൽ കൈകെട്ടിയാൽ നമ്മൾ പറയുന്നത് അൽഹംദുലില്ലാഹി റബ്ബിൽ മുസ്ലിമീൻ എന്നല്ല, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നാണ്.
ആലമീൻ എന്നതിൽ അബൂബക്കർ പെട്ടില്ലേ, അബ്ദുൽ ജലീൽ പെട്ടില്ലേ, കുമാരൻ പെട്ടില്ലേ, അയ്യപ്പൻ പെട്ടില്ലേ, അതിൽ ലക്ഷ്മി ചേച്ചി പെട്ടില്ലേ, ഖദീജ താത്ത പെട്ടില്ലേ, അതിൽ ജോസഫ് ഏട്ടൻ പെട്ടില്ലേ? ഏറ്റവും വലിയ മാനവീയതയുടെ വിളംബരം കൊണ്ടല്ലേ പരിശുദ്ധമായ നിസ്കാരത്തിന്റെ പ്രാരംഭമുള്ളത്. ഇനി നമ്മുടെ നേതാവിന്റെ പ്രോജ്വലമായ ക്വാളിഫിക്കേഷൻ എന്താ? വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ മുസ്ലിമീൻ എന്നല്ല, ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. അപ്പോൾ എനിക്ക് കാരുണ്യത്തിന്റെ കടലാണ് മുഹമ്മദ് മുസ്തഫ. ഞാൻ കയറി വരുന്ന സമയത്ത് ഈ മഖബറയുടെ ഉറൂസിന് വേണ്ടി, സ്നേഹ സമർപ്പണത്തിന് വേണ്ടി കയറി വന്ന എന്റെ പ്രിയങ്കരനായ കൂട്ടാളി കുമാരന് കാരുണ്യമാണ് മുഹമ്മദ് മുസ്തഫ, അയ്യപ്പന് കാരുണ്യമാണ് മുഹമ്മദ് മുസ്തഫ, ജോസഫിന് കാരുണ്യമാണ് മുഹമ്മദ് മുസ്തഫ. ഇവിടെ എല്ലാ സ്വാമിമാർക്കും, ചേട്ടന്മാർക്കും, പാതിരിമാർക്കും, മതമുള്ളവനും മതമില്ലാത്തവനും കാരുണ്യത്തിന്റെ തുടിപ്പല്ലേ, സ്നേഹത്തിന്റെ സാഗരമല്ലേ? സ്വലവാതി അലാ നബി വസലമി വഹുവ ഖൈറുൽ അനാമി ബദ്റു തമാമി. അസ്സലാമു അലൈക സൈനൽ അംബിയാഇ, അസ്സലാമു അലൈക ആത്ഖൽ ആത്ഖിയാഇ. അല്ലാഹു 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 അല്ലാഹ്. എല്ലാ തരം അടങ്ങും ഈ സലാത്തിന്റെ മുമ്പിൽ. ഗർഭിണികളായ സഹോദരിമാർക്ക് ഞാൻ ഏറ്റവും നല്ല സമ്മാനം തരാം. നിങ്ങളുടെ കുട്ടി മഹാനായൊരു മനുഷ്യനായി മാറണോ, ഗർഭകാലത്ത് സ്വലാത്ത് അധികരിപ്പിച്ചോളിയും. ആ കുട്ടി ഗർഭസ്ഥ ശിശുവായി പുറത്തു വരുമ്പോ സ്വാലിഹായ കുട്ടിയായിട്ട് വളർന്ന് പടർന്ന് പന്തലിക്കും ഇൻഷാ അല്ലാഹ്. സ്വലാത്തെ എല്ലാ കീടങ്ങളെയും ഒരുക്കുന്ന നമ്പർ 1 മരുന്ന്, ഒരു സംശയക്കാര്യത്തിൽ വേണ്ട. പലിശയിൽ നിന്ന് മാറിക്കണം. അഫാന്റെ കുടുംബത്തിന് പറ്റിയ എന്താ? പലിശയാണ്. ലഅനല്ലാഹു ആക്കിലഹു വമുക്കിലഹു വകാതിബഹു വശായി. ഞാൻ അത് മറച്ചിട്ട് കാര്യമില്ല, പേപ്പറിലൊക്കെ ഉള്ളതാണ്. എന്തിനാ മറച്ചത്? 25 ലക്ഷമാണ് പലിശ പണം. നീ കണ്ടോരെ ഷെയ്ഖാന്റെ അടുത്ത് ചിരിച്ചിട്ട് കാര്യമുണ്ടോ? അള്ളാന്റെ ലാനത്തട്ടിയ എന്തൊക്കെ കുലുമാല ഉണ്ടാവുമെന്ന് പറയാൻ പറ്റുമോ? മനസ്സങ്ങനെ ലാനത്തട്ടിയ പിന്നെ റജീമായില്ലേ? ഔലിയാക്കളെ എതിർത്തവന് മൽഊനാണ്, പലിശക്കാരൻ മൽഊനാണ്, ശൈത്താന് മൽഊനാണ്. ശൈത്താനുണ്ടോ അക്രമത്തിന് പരിധി വെക്കാൻ കഴിയാ? മൽഊന്മാർക്ക് അക്രമത്തിന് പരിധി വെക്കാൻ പറ്റൂല. അത് എപ്പോ നാമ്പെടുക്കുമെന്ന് പറയാൻ പറ്റൂല. ഇന്ന് സലാം പറഞ്ഞിട്ട് കത്തിയെടുത്ത് കൊല്ലാൻ വരണ, അസ്സലാം അലൈക്കും, ഒന്നുമില്ല സ്വന്തനല്ലേ, എന്നാ പിടിച്ചോളി എന്ന് പറഞ്ഞിട്ട് കൊല്ലണ കാലം. ലാ യദിൽ ഖാതിൽ ഫീമ ഖതൽ വലൽ മഖ്തൂൽ ഫീമ ഖുതിൽ. കൊല്ലുന്നവനെ എന്തിനാ കൊല്ലണമെന്നും അറിയില്ല, കൊല്ലപ്പെടുന്നവൻ എന്തിനാ കൊല്ലപ്പെടണമെന്നും അറിയില്ല. ആ അഫാന്റെ ആ ചെറിയ കുട്ടിയെ ഒരല്പസമയത്തേക്ക് പടച്ചോൻ കബറിൽ നമുക്ക് വിട്ടു തന്നിട്ട് ആ കുട്ടിയോട് അയൽവാസി ചോദിക്കണം, മോനെ നിന്നെ കാക്ക എന്തിനാ കൊന്നതെന്ന് വെച്ചാൽ ആ കുട്ടിയോട് എനിക്കൊരു പിടുത്തല്ലേ എന്ന് പറയും. എന്നോട് മന്തി വാങ്ങാൻ പറഞ്ഞ എനിക്ക് ഓർമ്മയുണ്ട്. എന്തിനാണ് കാക്ക ചുറ്റികയറ്റിന്റെ തലക്കടിച്ചത് എന്ന് എനിക്കറിയില്ല. അഫാനോട് ചോദിക്കണേ എന്തിനാണ് അഞ്ജനെ കൊന്നത്? കൃത്യമായ മറുപടി ഇല്ല. ഇങ്ങനെ ഒരു കാലം വരുമെന്ന് നേരത്തെ പറഞ്ഞു മുഹമ്മദ് മുസ്തഫ. പക്ഷെ അഫാൻമാർ ഇനിയും പൊന്താൻ പോകുന്നുണ്ടോ? ഇവിടെ തീരൂലത്. കാരണം കുട്ടികളുടെ ഭ്രമം മുഴുവനും ദുനിയാവായിട്ട് മാറി. മാതാപിതാക്കൾക്ക് എന്തിനാണ് മാതാപിതാക്കൾ എന്ന് ബോധമില്ലാതായി. ഞാൻ ഇവിടെ അടുത്തൊരു വാപ്പാനോട് വെച്ച് നിങ്ങൾ രക്ഷിതാവാണോ വാപ്പയാണോ എന്ന് വെച്ചു. അവർക്ക് പറയാൻ പറ്റണില്ലേ, നിങ്ങൾ വാപ്പയാണോ രക്ഷിതാവാണോ? വാപ്പയാവാൻ ബയോളജിക്കലി പണിയില്ല, 2 മിനിറ്റേ ഉള്ളൂ. അത് കാട്ടിൽ നടക്കുന്നുണ്ട്. പക്ഷെ അവിടെ വാപ്പ അമ്മ അച്ഛന് പേരിടൂലെന്ന് മാത്രം. ആ പണി തന്നെയല്ല അവിടെ നടക്കുന്നത്. വാപ്പ ആയതുകൊണ്ട് കടമ തീരൂല, ഉമ്മ ആയതുകൊണ്ട് കടമ തീരൂല. രക്ഷിതാവ് എന്ന് പറഞ്ഞാൽ എന്താ? നിന്റെ കീഴിലുള്ള കുട്ടിയുടെ ശരീരത്തിന്റെയും റൂഹിന്റെയും വികാസത്തിന് നേതൃത്വം കൊടുക്കുന്ന ആളെന്ന് അതിന്റെ മാന.
ജസദിന്റെയും കൽബിന്റെയും പ്രകാശത്തിന്, വികാസത്തിന്, ഉന്നമനത്തിന് നേതൃത്വം കൊടുക്കുന്നത് ആരോ അതാണ് രക്ഷിതാവ്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ മക്കളുടെ ശരീരത്തിന്റെ വളർച്ചയ്ക്ക് നിങ്ങൾ നേതൃത്വം കൊടുക്കുന്നുണ്ട്. അതിനാണ് ഈ ഭക്ഷണം കൊടുക്കുന്നതും വസ്ത്രം കൊടുക്കുന്നതും വീടുണ്ടാക്കി കൊടുക്കുന്നതും പൈസ കൊടുക്കുന്നതും സ്കൂൾ പഠിപ്പിക്കുന്നതും. ഇതൊക്കെ നിങ്ങളുടെ ഭൗതികമായ വിശാലതയ്ക്ക് വേണ്ടിയാ. ഞാൻ ചോദിക്കട്ടെ, അതുകൊണ്ട് രക്ഷിതാവൂല? കാരണം അത് നിങ്ങളുടെ നാട്ടിലുള്ള പൂച്ചക്കുട്ടിക്ക് കൊടുക്കുന്നുണ്ട്, പോത്തും കുട്ടി കൊടുക്കുന്നുണ്ട്, എരുമക്കുട്ടി കൊടുക്കുന്നുണ്ട്, ആനക്കുട്ടി കൊടുക്കുന്നുണ്ട്, കുരങ്ങിന്റെ കുട്ടി കൊടുക്കുന്നുണ്ട്. ഭക്ഷണം കൊടുക്കണില്ലേ? ഉറക്കണില്ലേ? പാല് കൊടുക്കണില്ലേ? ഇതുകൊണ്ട് രക്ഷിതാവോ? അപ്പൊ എന്റെ ചോദ്യം, നിങ്ങളുടെ മക്കളുടെ റൂഹിന്റെ വികാസത്തിന് വേണ്ടി എന്താണ് നിങ്ങൾ കൊടുക്കുന്നത്? എന്താണ് കൊടുക്കേണ്ടത്? അത് കൊടുക്കേണ്ടത് ഫിസിക്സ് അല്ല, കെമിസ്ട്രി അല്ല, ബയോളജി അല്ല, മാർക്സ് അല്ല. അതൊക്കെ പഠിക്കട്ടെ. നിങ്ങളുടെ മക്കൾ എഞ്ചിനീയർ ആയിക്കോട്ടെ, ഡോക്ടർമാരായിക്കോട്ടെ, ഉദ്യോഗസ്ഥന്മാരാവട്ടെ, ശാസ്ത്രജ്ഞന്മാരാകട്ടെ, സാഹിത്യകാരന്മാരാകട്ടെ, പക്ഷെ വാപ്പയെ തിരിച്ചറിയുന്ന മോനാകണം. എഞ്ചിനീയർ ആയാലോ ഉമ്മാന്റെ കാൽക്കീഴിലാണ് സ്വർഗമെന്ന് മനസ്സിലാക്കിയ മോളാകണേ. അതിന് എന്ത് ഇൽമാണ് കൊടുക്കുന്നത്? അതിന് ഇൽമ കൊടുക്കണ്ടേ? എന്താ കൊടുക്കണേ? ബാപ്പാരോടുള്ള ഹുർമത്തും ആദാബും മനസ്സിലാക്കണ്ടേ? തമ്പി എന്ന കിതാബിൽ കാണാം, പഴയ ചില മുത്തക്കങ്ങളായ വാപ്പാര് മക്കളോട് എന്തെങ്കിലും ഉപദേശിക്കാൻ ഡയറക്റ്റ് പറയില്ല. എന്തെങ്കിലും പറയാണ്ടെങ്കിൽ അവന്റെ സുഹൃത്തിനെ വിളിച്ചിട്ട് പറയും, ഇത് അവനോടൊന്ന് പറഞ്ഞാളെ എന്ന്. കാരണം എന്താ? മൂപ്പരോട് വെച്ച് എന്തെങ്കിലും മോനോട് നേരെ ഉപദേശിച്ചു. ഞാൻ വാപ്പയാണ്, ഞാൻ ഉപദേശിച്ചിട്ട് ഓൻ കേട്ടിട്ടില്ലെങ്കിൽ ഓൻ ഈമാനില്ലാതെ മരിക്കും, അത് വേണ്ടാന്ന് വെച്ചിട്ട് അന്വേഷിച്ചു. ഇത്ര കടുപ്പല്ലേ അവരോടുള്ള ബാധ്യതകള്? നമ്മുടെ കുട്ടികൾക്ക് വാപ്പാരാന്ന് പഠിപ്പിക്കുന്നുണ്ടോ? ഉമ്മാരാന്ന് പഠിപ്പിക്കുന്നുണ്ടോ? ഉമ്മാന്റെ കാൽക്കീഴിലാണ് സ്വർഗം എന്ന് പഠിപ്പിക്കുന്നുണ്ടോ? പിന്നെ കുട്ടി ഉമ്മാനെ ഒഴിഞ്ഞണ്ട കൊല്ലല്ല, എന്താ ചെയ്യാ? വളരെ ഗൗരവത്തിൽ ചിന്തിക്കണേ, ഗൗരവത്തിൽ ചിന്തിക്കണേ. ഞാൻ മദീനയിൽ നടന്നൊരു സംഭവം പറഞ്ഞു തരാം. മഹാന്മാരായ ഇമാമിങ്ങൾ എഴുതി വെച്ച സംഭവമാണ്. വഫയാത്തുൽ അയാൻ എന്ന ഗ്രന്ഥത്തിൽ കാണാം. ഫറോഖ എന്ന് പറയുന്ന ഒരു സ്വാലിഹായ ചെറുപ്പക്കാരൻ മദീനയിൽ ഉണ്ടായിരുന്നു. കല്യാണം കഴിച്ചു, ഭാര്യ ഗർഭിണിയായി. ഗർഭിണിയായ ഭാര്യയോട് വിട പറയേണ്ടി വന്നു. അന്നം കൊടുത്ത് പോറ്റാൻ സാമ്പത്തിക ശേഷിയില്ലാത്തത് കൊണ്ട് പ്രവാസ ലോകത്തേക്ക് പോവുകയാണ്. അന്നത്തെ നിലയിലുള്ള പോക്ക് കാൽനടയാണ്. തിരിച്ചു വന്നാൽ വന്നോ എന്ന് വരുമെന്ന് പറയാനും പറ്റൂല. പോയവരിൽ പലരും വരാത്തവരുമാണ്. പക്ഷേ നിവൃത്തിയില്ലാത്തത് കൊണ്ട് ജീവിതത്തിന്റെ രണ്ടറ്റം തമ്മിൽ കൂട്ടിമുട്ടിക്കാൻ ഫറോഹ് പ്രിയപ്പെട്ട സഹധർമ്മിണിയോട് സമ്മതം ചോദിച്ചുകൊണ്ട് വീട്ടിൽ നിന്ന് കൈപിടിച്ച് ഇറങ്ങുകയാണ്. ഇറങ്ങുന്ന സമയത്ത് കയ്യിലുള്ള 30 വെള്ളി നാണയം ഭാര്യയുടെ കൈവശം ഏൽപ്പിച്ചുകൊണ്ട് പറയുകയാണ്, ഈ ഗർഭിണിയാണല്ലോ നീ പ്രസവിക്കുന്നത് ആൺകുഞ്ഞായാൽ നീ ആ മോനെ ആലിമാക്കണേ. അതിന് നീ ആരോടും പൈസ കടം വാങ്ങണ്ട. ഞാനിതാ ഇക്കാലം അത്രയും അധ്വാനിച്ചുണ്ടാക്കിയ 30 വെള്ളി നാണയോ നിന്റെ കയ്യിൽ ഏൽപ്പിക്കുകയാ. അതൊരു ഭർത്താവാണ്. മോനെ ആലിമാക്കണം എന്നുള്ള ബോധമൊന്നല്ലോ, അതൊരു ഭർത്താവാണ്. നമ്മൾ എത്ര ആഹ്റം ചിന്തിക്കുന്ന ഭർത്താക്കന്മാരും വാപ്പമാരും ഉണ്ട് എന്നൊന്ന് ചിന്തിച്ചു നോക്കുങ്ങള്. എത്ര ആളുകളുണ്ട്. ഞാനൊരു സ്ഥലത്ത് വാള് പറഞ്ഞിട്ട് അവിടെ ഒരു ഹിഫ്ള് കോളേജിന് വേണ്ടി പൈസ പിരിക്കേണ്ട കാര്യമുണ്ട്. അപ്പൊ ആ പിരിക്കണ സമയത്ത് ഒരു 10 രൂപ കഴിഞ്ഞ ഒരാള് തോളിലൊരു ടർക്കിയൊക്കെ ഉണ്ട്. ആള് 2 ലക്ഷം രൂപ വാഗ്ദാനം ചെയ്തു. ഞാൻ കാറ് കയറുമ്പോ ഇയാൾ വന്നിട്ട് കരഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, പ്രധാനപ്പെട്ട ഒരു മുറാദ് വെച്ചിട്ടാണ് ഉസ്താദെ ഞാൻ 2 ലക്ഷം രൂപ വാഗ്ദാനം ചെയ്ത്. എന്നിട്ട് ആൾ കരയാണ്, നിങ്ങൾ എല്ലായിടും ദ്വാരക്കണം ആ മുറാദ് ഹാസിലാവാൻ, വലിയ പ്രയാസമാണെന്ന്. ഞാൻ കരുതി ആൾക്ക് അറ്റാക്ക് ഉണ്ടാവും, ക്യാൻസർ ഉണ്ടാവും, അല്ലെങ്കിൽ ആളെ കുടുംബത്തിൽ ആർക്കെങ്കിലും സ്ട്രോക്ക് ഉണ്ടാവും, അല്ലെങ്കിൽ ആക്സിഡന്റ് കിടക്കുന്നുണ്ടാവും. ഇങ്ങനെ കാവുമ്പോഴാൽ അങ്ങനെ കരഞ്ഞിട്ട് ദ്വാരക്കാൻ പറയാം. അപ്പൊ ഇയാളോട് ചോദിച്ചു എന്താ പ്രശ്നം എന്ന് വെച്ചു. ആൾ പറഞ്ഞു, എനിക്ക് 5 മക്കളാണ്, അതിൽ 4 മക്കളും കൃത്യമായിട്ട് അവ്വൽ വക്തിന് നിസ്കരിക്കുന്ന ആളുകളാണ്. ഒരു മോന് ഓഫീസിൽ നിന്ന് ജോലി കഴിഞ്ഞിട്ട് ചിലപ്പോ രാത്രി ലൈറ്റായിട്ടാ വരിക. ഓൻ ഇന്നലെ സുബിയ കളായിക്കണം ഉസ്താദേ, അതെനിക്ക് വല്ലാത്ത പ്രയാസമായിട്ടുണ്ട്. ഇനി ജീവിതത്തിൽ എന്റെ മോനെ സുബിയ കളാവരുത്, അതിനാണ് 2 ലക്ഷം രൂപ ഞാൻ തന്നത്.
അതിന്റെ പേരാണ് ഖുർആൻ പറഞ്ഞ വാപ്പ. അതാണ് ഖുർആൻ പറഞ്ഞ വാപ്പ. നമ്മൾ വാപ്പാരെന്താ ചെയ്യാ? സുബിയാൻ കൊടുത്തിട്ട് പുതപ്പിന്റെ പുറത്ത് കാല് കാണിച്ചിട്ട് ഉറങ്ങണ മോനെ കൊതു എടുക്കണ്ടെന്ന് വെച്ചിട്ട് ആ കാലും കൂടി പൊപ്പോണ്ട് മൂടിയിട്ട് ഇപ്പൊ എന്റെ കുട്ടി ഉറങ്ങിക്കോളി. എന്നിട്ട് മൂപ്പര് നിസ്കരിക്കാണ് കാര്യം മോനെ വിളിക്കൂല. ഇത് ബാപ്പല്ല, ഇത് ഇറച്ചിക്കാരൻ പോത്താണ്. ഇത് ബാപ്പല്ല. ഇങ്ങനത്തെ വാപ്പാര നാളെ നരകത്ത് കിട്ടിട്ടേ മക്കൾ നരകത്ത് പോകും. ഖുർആന് ഇന്ന് നമ്മളെ പറയും ഉമ്മാന്റെയും ബാപ്പാന്റെയും കാൽച്ചോട്ടിലാണ് മക്കളുടെ സ്വർഗം. അത് ശരി തന്നെയാണ്. പക്ഷെ അത് നാളെ തിരിഞ്ഞു കുത്തും. മക്കളെ കാലിന്റെ ചോട്ടിലെ അമ്മാന്റെയും ബാപ്പാന്റെയും സ്വർഗം വരും. ഇത് നാളെ മഹ്ശറിന് തിരിഞ്ഞു കുത്തും. ബാപ്പിമി നല്ലോര്, നിസ്കാരത്തമ്പ്, തൊപ്പി, മൊക്കന, ഹജ്ജ്, ഉംറ, സ്വതക്ക, വാള് എല്ലാം ജോറാണ്. പക്ഷെ മോനോ +1 പഠിക്കുന്ന ആളാ. ഓനെ കണ്ട് കണ്ടാൽ മനുഷ്യനാണോ പോത്താണോ എന്ന് മനസ്സിലാക്കാൻ പറ്റൂല. അതിന്റെ ഇടയിലുള്ള ഒരു സാധനം. 5 മക്കളുണ്ട്. ഒന്നിനെ കണ്ട ആന, ഒന്നിനെ കണ്ട കരടി, ഒന്നിനെ കണ്ട സിംഹമാതിരി, ഒന്നിനെ കണ്ട ഒട്ടകപക്ഷി മാതിരി, ഒന്നിനെ കണ്ട ഏതാ സൈസിൽ തിരിയാത്ത മാതിരി. ബാപ്പെ അജ്മീറിൽ നിന്ന് കട്ടിയുള്ള തൊപ്പി, അതിന്റെ താഴെ നെറ്റത്ത് മുദ്ര, കയ്യിലെ തസ്ബീഹിന്റെ മാല, എന്റെ കയ്യിലോ MDMന്റെ പാക്കറ്റ്. എവിടെ പോയി ബാപ്പ? ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. അവിടെയാണ് ഞാൻ നിങ്ങളോട് ഈ ചരിത്രം പറയുന്നത്. ഫറോഹ് എന്ന ചെറുപ്പക്കാരൻ നാട് വിടുന്ന സമയത്ത് പ്രിയപ്പെട്ട ഭാര്യയുടെ കയ്യില് വെള്ളി നാണയം കൊടുത്തുകൊണ്ട് പറയുകയാണ്, നീ പ്രസവിക്കുന്നത് ആൺകുട്ടിയായ ആ കുട്ടിയെ ഒരു ആലിമാക്കണേ, അതിന് എത്ര ചെലവ് വന്നാലും കടം വാങ്ങണ്ട എന്ന് പറഞ്ഞ് ഭാര്യയുടെ കയ്യിൽ വെള്ളി നാണയം ഏൽപ്പിച്ചുകൊണ്ട് നാട് വിടുകയാ. തിരിച്ചു വന്നത് 27 കൊല്ലം കഴിഞ്ഞിട്ടാണ്. ഇന്നുണ്ടല്ലോ അങ്ങനെ തിരിച്ചു വരുന്ന ആളുകൾ. 33ാമത്തെ കൊല്ലം വീട്ടിലേക്ക് തിരിച്ചു വന്നു. പേപ്പറിൽ വായിച്ചിട്ടില്ലേ? 27 വർഷം കഴിഞ്ഞിട്ടാ ഫറോഹ് തിരിച്ചു വരുന്നത്. വീടും വഴിയൊക്കെ മൂടപ്പെട്ടിരുന്നു. തിരിച്ച് അന്വേഷിച്ച് മെനക്കെട്ട് തപ്പിപ്പിടിച്ച് വീട്ടിലെത്തി. കതക് മുട്ടി. ദുഹാ സമയത്ത. അപ്പൊ മോന് 27 വയസ്സായിക്കണം. മോൻ വലിയ പണ്ഡിതനായിക്കണം. മോനെ വാതിലോർന്നു. അത് വാപ്പയെന്നൊന്ന് മോനറിയാം. ഉമ്മച്ചിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വാപ്പ കൊച്ചുകാലത്തേക്ക് ഗർഭത്തിലാകുമ്പോ പോയിട്ടുണ്ടടാ എന്നൊക്കെ ഉമ്മ പറഞ്ഞ ഓർമ്മ ഉണ്ട് എന്നല്ല. ഇപ്പൊ അന്നേക്കാ വാപ്പയെന്നൊന്നും മോനറിയില്ല. ഒരന്യ ആള് വന്നിട്ട് കഥക് മുട്ടി. ഉള്ളിന്റെ ഉള്ളിൽ ഉമ്മ പണിയെടുക്കുന്നുണ്ട്. അപ്പൊ ദേഷ്യം പിടിച്ചു. മാറും കണ്ട് പിടിച്ച് തള്ളി, പോടുന്നു, ഇതെന്റെ വീടാണെന്ന്. മോന് വാപ്പാനാണ് തള്ളി. ഏത് മനുഷ്യനും വീട്ടിൽ വാലോർന്നിട്ട് ഇങ്ങോട്ട് കയറിക്കോളെന്ന് പറയാനൊന്നും പാടില്ല. അവിടെ പെണ്ണുങ്ങൾ ഉണ്ടാവും. അതാണ് ഇന്ന് പറ്റിയ ഏറ്റവും വലിയ അമളി. നമ്മളെ പെണ്ണിനെ ഡോക്ടറെ കൊണ്ടുപോകണ ആരാ? അന്യാണ്. അത് ഏത് മത്സരാണെങ്കിലും. അതിനൊക്കെ സൗഹാർദ്ദം, അതിനൊക്കെ സ്നേഹം പേരില്ല. സുബ്ഹാനമഞ്ചല്ല. ഞാൻ ഒരിക്കൽ ഏതോ ഒരു നാട്ടിൽ വാതിനായപ്പോ ഭക്ഷണം കഴിക്കാതിരിക്കണ വീട്ടിൽ നിന്ന് ആ വീട്ടുകാരെന്നോട് പറഞ്ഞു, ഈ വീട്ടിലെ എന്റെ മോന് ഗൾഫിലാണ്, മരോളും ചെറിയ കുട്ടിയും മാത്രമേ ഉള്ളൂ എന്ന്. അപ്പൊ ഞാന് മരോളും ചെറിയ കുട്ടി മാത്രോ ഒരു വീട്ടിലോ? അപ്പൊ എന്നോട് ഇയാള് പറഞ്ഞു, ഇല്ല, മോന്റെ അഞ്ചന് ഓൻ എന്നും ഇവൾക്ക് പേടിക്ക് വന്ന് കിടക്കലുണ്ട്, അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ലാതെ പോകുന്നുണ്ട്. ഞാൻ കരുതി അപ്പൊ ആ കുട്ടി എന്ന് പറഞ്ഞാൽ 5ാം ക്ലാസ്സിലോ 4ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടിയായിരിക്കും. അപ്പൊ ആ കുട്ടിക്ക് വയസ്സ് 20 ആയിക്കണേ. അതാണ് ഇപ്പൊ എന്നും പേടിക്കൊന്ന് കേൾക്കുന്നത്. എന്നിട്ട് ഇതിനൊക്കെ സ്നേഹം, കുടുംബ സൗഹാർദ്ദം എന്ന പേരിട. ഇതൊന്നും നീനംഗീകരിക്കുന്നല്ല. അതിനിപ്പോ എന്ത് വളച്ചിട്ടില്ലാതെ പറഞ്ഞാലോ അങ്ങനെയല്ല. ഇപ്പൊ SIനെ ബാക്ക് കൂടി പോയിട്ട് കയറി പിടിച്ചതാരാ? പട്ടാപ്പകൽ നട്ടുച്ചക്ക് പോലീസുകാരെ അടിയിൽ കൂടി പോയിട്ട് SI സ്ത്രീ, വനിതാ SI ആയതുകൊണ്ട് ഊരൊക്കെ പിടിച്ചതാരാ? നമ്മളെല്ലാരും കണ്ടതല്ലേ. അതിന് പെണ്ണുങ്ങളെ കണ്ട റെറ്റിന ഹൈപ്പോ തലാമസ് വിവരം കൊടുക്കും. ഹൈപ്പോ തലാമസ് ടെസ്റ്റോസ്റ്ററോൺ എന്ന ഒരു ഹോർമോൺ ഉണ്ടാക്കും. ഇതായി ബയോളജി പഠിച്ചാൽ മനസ്സിലാകുന്നല്ലേ. ആ ഹോർമോൺ വന്നാൽ പിന്നെ മനസ്സിലുള്ള ആർത്തി നടപ്പിലാക്കണം എന്നാവും. അതാണ് ആ കാണുന്നത്. അതാണ് മുത്തുനബി ആദ്യം തന്നെ അത് അടച്ചു പൂട്ടിയത്. നിങ്ങൾ എന്തിന്റെ പേരില് അഴിഞ്ഞാടിയിട്ട് വന്നാൽ അത് ഉറൂസിന്റെ പേരിലാണെങ്കിലും മക്കബറയിലുള്ള മഹാന്മാർ അത് ഏറ്റെടുക്കൂല.
കാരണം മുടി കാണിച്ച്, ഇത് ഞാൻ മുസ്ലിം സ്ത്രീകളോടാ പറയുന്നത്, ഹൈന്ദവ സഹോദരിമാരോടല്ല. അവരുടെ മതത്തിന്റെ കാര്യം നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. നമ്മളെ വിശ്വാസികളോട് നമുക്ക് പറയാനുള്ളത് പറയാം. അതിന് ഇന്ത്യ രാജ്യം സ്വാതന്ത്ര്യമുണ്ട്. പെണ്ണുങ്ങളെ മുടി കാണിച്ച് നടന്നാൽ പരലോകത്ത് അതിന്റെ സൈഡ് എഫക്ട് എന്തെന്നറിയുമോ? ഈ മുടിക്കെട്ട് പിടിച്ച് തൂക്കിയിട്ട് നരകത്തിൽ വെച്ചുകൊണ്ട് കത്തിക്കരിക്കപ്പെടുന്നതാ. മുടി കാണിച്ച് നടന്ന മുസ്ലിം ഉമ്മമാര് ആ മുടി കാണിച്ചു എന്നതിന്റെ പേരിൽ കത്തിക്കാളുന്ന നരകത്തില് നാളെ തന്തൂരി കോഴികളായി മാറുന്നതാ. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. പ്രഭാഷകന്മാരെന്ന പേരിൽ ഓടി നടക്കണ ഞങ്ങൾ പറയാനുള്ളത് പറയാതെ നിങ്ങൾ തരുന്ന കവറ് വാങ്ങിപ്പോയാൽ ഉത്തരവാദിത്വം പൂർത്തിയാവൂല എന്നുകൊണ്ട് പറയാം. എവിടെ പോകണമെങ്കിലും പെണ്ണുങ്ങൾ പോകുന്നതിന് ഒരു ആദാബുണ്ട്, അത് പാലിക്കണം. അല്ലെങ്കിൽ അതിന്റെ പേരിൽ നിങ്ങൾ ഏത് ഔലിയാക്കളെ മക്ബറയിൽ വന്നാലും ആഖിറത്തിൽ നരകമായിരിക്കും. കാരണം അതൊന്നും ഔലിയാക്കളെ ഏറ്റെടുക്കൂല. പറഞ്ഞ ആദാബുകൾ പാലിക്കണം. എന്നിട്ട് ചോദിക്കും മഹാന്മാരെ മക്ബറയ്ക്ക് പെണ്ണുങ്ങൾക്ക് പോലെ സുന്നത്താണ്. ആദാബുകൾ പാലിച്ചുകൊണ്ട് പോലെ സുന്നത്താണ്. അതുകൊണ്ടല്ലേ മദീനയിൽ പോകുന്നത്. അവിടെ തവാഫില്ലല്ലോ. ഉണ്ടോ? അവിടെ തവാഫുണ്ടോ? അവിടെ ഹജ്ജിന്റെ എന്തെങ്കിലും കർമ്മങ്ങളുണ്ടോ? ഉംറന്റെ എന്തെങ്കിലും കർമ്മങ്ങളുണ്ടോ? എതിർക്കുന്ന ആളുകൾ അവരെ ഭാര്യമാരേറ്റ് പോകാറുണ്ടല്ലോ. അപ്പൊ ഒരാൾ പറഞ്ഞ അതിപുണ്യം കിട്ടാൻ, അതിപുണ്യം 1,00,000 പോലെ അതിപുണ്യം. ഇവിടെ 1,00,000, അവിടെ 1000. ഏതാ അതിപുണ്യം? എന്റെ വീക്ഷണത്തിൽ അതിപുണ്യം അത് തന്നെയാണ്. പക്ഷെ നിങ്ങളെ തലച്ചോറ് അങ്ങോട്ട് പോയിട്ടില്ലല്ലോ. എണ്ണം പിടിച്ചു പോകണമെങ്കിൽ ഇവിടെ അല്ലേ എണ്ണം കൂടുതലുള്ളത്? വണ്ണം കുടിച്ചു പോകണമെങ്കിൽ അവിടെയാണ്. അത് ശരിയാണ്. എണ്ണം പിടിച്ചു പോകണമെങ്കിൽ ഇവിടെ അല്ലേ ഉള്ളത്? അപ്പൊ അത് അവിടെ വേറൊരു മുതലുണ്ട്. അത് ലോകത്തിന്റെ വിശ്വാസനിധിയായ മുഹമ്മദ് മുസ്തഫ. ഞാൻ ദീർഘമായി പറയുന്നില്ല. അതുകൊണ്ട് ഭാര്യമാരും ഭർത്താക്കന്മാരും ഒരുമിച്ചുകൂടി സദസ്സിൽ വെച്ചുകൊണ്ട് ഒറ്റക്കാര്യം ചരിത്ര സന്ദേശമായി അറിയിച്ചുകൊണ്ട് പിരിയുകയാണ്. ഇവിടെ കണ്ടോ, അല്ലാഹുവിനെ പേടിയുള്ള യഥാർത്ഥ കുടുംബനാഥൻ ഭാര്യയോട്, ഗർഭിണിയായ ഭാര്യയോട് ഉപദേശിക്കുകയാണ്. ഈ മോന് ജീവിച്ച് ഈ മോന് പ്രസവിക്കപ്പെട്ടാൽ നമ്മുടെ കുട്ടിയാണായാൽ നീ സ്വാലിഹാക്കണേ, ആലിമാക്കണേ. 27 കൊല്ലം കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് കഥക് മുട്ടിയപ്പോ 27 വയസ്സായ കുട്ടിയാണ് വായിൽ ഓർക്കണേ. വാപ്പയെന്ന് അറിയാതെ മാറി പിടിച്ച് പോടുന്നു. എന്റെ വീട്ടിൽ കയറാ, ഇയാരാ നിന്റെ വീടാ? കഥക് മുട്ടിയാൾ പറഞ്ഞു എന്റെ വീടാണ്. അങ്ങനെ എന്റെ വീടാണ്, എന്റെ വീടാണ്, എന്റെ വീടാണ്. വാപ്പി മോനും കൂടി ഭയങ്കര സംഘട്ടനം, അടിന്റെ വക്കിലെത്തി. മോനിത് വാപ്പയെന്ന് അറിയില്ല, അതാണ് പ്രശ്നം. അയൽവാസികൾ ഒരുമിച്ച് കൂടി. അപ്പൊ ഉമ്മ ഉള്ളെന്ന് സൗണ്ട് ഇട്ടിട്ട് വന്നു. ഉമ്മ അങ്ങനെ നോക്കുമ്പോ 27 വർഷം മുമ്പ് 30,000 വെള്ളി നാണയം കൈ തന്നിട്ട് എന്നെ ഗർഭിണിയാക്കി നാട് വിട്ട പ്രിയപ്പെട്ട ഭർത്താവാണല്ലോ ഈ വന്നത് എന്ന് മനസ്സിലായ ഉമ്മ, മോനെ 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 മാറി പിടിക്കല്ലടാ, തള്ളല്ലേ, അതിന്റെ വാപ്പയാ, അതിന്റെ വാപ്പയാ മോനെ, അന്യ ആളല്ല. വാപ്പയാന്ന് കേട്ടപ്പോ കുട്ടിന്റെ മനസ്സങ്ങോട്ട് പൊട്ടി കാൽക്ക് വീണിട്ട് മാപ്പ് വെച്ചു. വാപ്പ പറഞ്ഞു സാരില്ല മോനെ, നിന്റെ മോനാന്ന് എനിക്കറിയില്ലല്ലോ, ഞാൻ എന്റെ വാപ്പയെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ലല്ലോ. പിന്നെ ഒരു അന്യ പെണ്ണാണല്ലോ എന്റെ ഉമ്മ നിന്റെ വീക്ഷണത്തിൽ. അപ്പൊ ആ സമയത്ത് ഞാൻ അന്യ പുരുഷനാണെന്ന് മനസ്സിലാക്കിയാൻ എനിക്ക് ഒരു രോഷം ഉണ്ടാവുന്നതൊക്കെ സ്വാഭാവികമാണ് മോനെ, അതൊക്കെ ഈമാന്റെ അടയാളല്ലേ, സാരില്ല, അപ്പൊ എന്റെ കുട്ടി കരയണ്ട. അപ്പൊ വാപ്പാനോട് സമ്മതം ചോദിച്ചിട്ട് പറഞ്ഞു ഞാൻ മസ്ജിദ് നബവിയിൽ ഒന്ന് പോയി വരാന്ന് പറഞ്ഞു. എന്താ ജോലിയൊന്നും ചോദിക്കാൻ സമയം കിട്ടിയില്ലല്ലോ, ഞാൻ പള്ളിയിലൊന്ന് പോയി വരാറ്. ആ മോനെ പോന്ന് പറഞ്ഞു. അപ്പൊ കുട്ടി വേഷവിധാനത്തോടു കൂടി തലപ്പാവം ധരിച്ചിട്ട് മസ്ജിദ് നബവി പോയി. 27 വർഷം കഴിഞ്ഞിട്ട് ഭാര്യയെ കാണില്ല. അവർക്ക് പലതും പറയാണ്ടാവും, അവർക്ക് പലതും അനുഭവിക്കാണ്ടാവും, നുകരാണ്ടാവും, പകരാണ്ടാവും. അപ്പൊ ഇവർ രണ്ടുപേരും ഇങ്ങനെ അവരുടെ ഭാര്യ ഭർത്തൃ സംസാരങ്ങളും സല്ലാപൊക്കെ കഴിഞ്ഞപ്പോ ഭർത്താവ് പഴയ ഓർമ്മയിൽ ചോദിച്ചു, ഞാൻ 27 വർഷം മുമ്പ് നാട് വിടുമ്പോഴേ എന്നെ ഏൽപ്പിച്ചൊരു 30,000 വെള്ളി നാണയങ്ങളില്ലേ, അത് നീ എന്താ ചെയ്തത് എന്ന് ചോദിച്ചു. അപ്പൊ ഭാര്യ പറഞ്ഞു മസ്ജിദ് നബവി എന്നാണ് ഇപ്പൊ ആ ബാങ്ക് കൊടുക്കാനായത്, ബാങ്ക് കൊടുക്കാൻ കുറഞ്ഞ സമയമുള്ളൂ, നിങ്ങൾ പോയിട്ട് നിസ്കരിച്ച് വരി, അതൊക്കെ ഞാൻ വെക്കണ്ടടുത്ത് വെച്ചിട്ടുണ്ട്. എന്താ വെക്കണ്ടടുത്ത് വെച്ചെന്ന് പറയാൻ കാരണം അതുകൊണ്ടാണ് മോനെ ആലിമാക്കിയത്. മോൻ വലിയ ആലിമായി തന്നെ. ഫറോഹ് എന്ന പ്രിയപ്പെട്ട പിതാവ് ബാങ്ക് വിളിക്കാൻ സമയത്ത് മസ്ജിദുൻ നബവിയിൽ എത്തുകയാ. അപ്പോൾ അവിടെ ആയിരക്കണക്കിന് മുത്തല്ലിമീങ്ങൾ അണിനിരന്നുകൊണ്ട് ഒരു വലിയ പണ്ഡിതന്റെ നേതൃത്വത്തിലായി ഗംഭീര ദർസ് നടക്കുകയാ. ആ അണിനിരന്ന മുത്തല്ലിമീങ്ങൾ പിൽക്കാലത്ത് മുജ്തഹിദീങ്ങളായി വന്ന പല ഇമാമീങ്ങളും വന്ന് ആ മഹാനായ ചെറുപ്പക്കാരന്റെ കീഴില് ദർസിൽ ഓതുകയാ. അതിൽപ്പെട്ട മുത്തല്ലിമീങ്ങൾ
മുതല്ലിമാണ് ഇമാം മാലിക് റളിയല്ലാഹു തആല അൻഹു, ഇമാമുൽ മദീന മാലിക് ഇമാം വരെ ഈ മഹാനായ ചെറുപ്പക്കാരന്റെ ദർസിൽ ഓതി പഠിക്കുന്ന കാലമാണ്. ആയിരക്കണക്കിന് മുത്തഅല്ലിമീങ്ങൾ ഒരു ചെറുപ്പക്കാരനായ പണ്ഡിതനെങ്കിൽ കിതാബ് ഓതാണ്. അതിൽ പിൽക്കാലത്ത് മുജ്തഹിദീങ്ങളായ പലരും മുത്തഅല്ലിമീങ്ങളായിരിക്കുന്നുണ്ട്, മാലിക് ഇമാം വരെ. അപ്പൊ ഫറൂഖ് ഇങ്ങനെ പള്ളിക്ക് കടക്കണതിനും ഇങ്ങനെ നോക്കിയപ്പോ ആരാ മുദരിസ് എന്ന് ഞെട്ടി ഇങ്ങനെ നോക്കിയപ്പോ കണ്ണങ്ങട്ട് തുറിച്ചു പോയി. അവിടെ ഒരൊറ്റ ഇരുത്ത, കാരണം തന്റെ മോനാ ദർശനം. അന്ന് ഭാര്യന്റെ ഗർഭസ്ഥ ശിശുവായിട്ട് ഭാര്യയെ ഗർഭിണിയാക്കിയിട്ട് ആ ഗർഭത്തിലെ ഭ്രൂണത്തെ മാത്രം പുറത്തുനിന്ന് തള്ളിക്കണ്ട് എന്റെ മോനായി വരികയാണെങ്കിൽ ഈ കുട്ടിയെ ഇനി ആലിമാക്കണം എന്ന് പറഞ്ഞേൽപ്പിച്ച ആ കുട്ടി ഉണ്ടല്ലോ, അതിനിപ്പോ 27 വയസ്സ് കഴിഞ്ഞിട്ടുണ്ട്. അതാണ് ഇപ്പൊ ആ ദർശന നേതൃത്വം കൊടുക്കുന്നത്. നിസ്കാരാനന്തരം സന്തോഷാധിക്യമില്ലേ? റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുനി വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. ഈ ദുനിയാവിൽ കാണാനുള്ള പരമാനന്ദം ഇത് തന്നെയല്ലേ? സന്തോഷം കൊണ്ട് പ്രിയപ്പെട്ട ഭാര്യയിലേക്ക് ഓടുകയാണ്. ഭാര്യയോട് സന്തോഷം പറഞ്ഞപ്പോൾ പുഞ്ചിരിച്ചുകൊണ്ട് ഭാര്യ പ്രതികരിക്കുകയാണ്, നിങ്ങളുടെ 30,000 വെള്ളി നാണയം മുതലായില്ലേ? അതല്ലേ ഞാൻ നിങ്ങളോട് പറഞ്ഞത്, അത് ഞാൻ വെക്കേണ്ടിടത്ത് വെച്ചിട്ടുണ്ട്. എന്നെ കേൾക്കുന്ന ഉമ്മമാരെ, എന്നെ കേൾക്കുന്ന പെങ്ങന്മാരെ, എന്നെ കേൾക്കുന്ന ഉപ്പമാരെ, 10ഉം 11ഉം മക്കളുണ്ടായിട്ടൊരു മോനെ അള്ളാന്റെ ദീൻ അറിയുന്ന മോനാക്കിയോ? ഒരു മോളെ ഖുർആൻ അറിയുന്ന മോളാക്കിയോ? ഉള്ള മക്കള് മൊത്തം മാനുകളെ പോലെ ചവിട്ടി മതിച്ച്, പുലികളെ പോലെ കടിച്ചു കയറി, പാമ്പുകളെ പോലെ വിഷമൂതി, തേളുകളെ പോലെ കുത്തിനോവിച്ച്, പെരിച്ചായികളെ പോലെ ഉറക്കൊടിച്ച് ലഹരിയുടെ ആറാട്ടിന് നേതൃത്വം കൊടുത്തുകൊണ്ട് സെക്സിന്റെ സുനാമിയിൽ ഇരകളായി എന്തെല്ലാം പേക്കൂത്തുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ലഹരിക്ക് കുപ്പി വാങ്ങി കുലുക്കി കുടിക്കണ്ട, സ്റ്റിക്കർ ലഹരിയായി വരുന്ന കാലമല്ലേ? പേന ലഹരിയായി വരുന്ന കാലമല്ലേ? ബലൂണ് ലഹരിയായി വരുന്ന കാലമല്ലേ? മിഠായി ലഹരിയായി വരുന്ന കാലമല്ലേ? ക്യാപ്സൂള് ലഹരിയായി വരുന്ന കാലമല്ലേ? സിറിഞ്ച് ലഹരിയായി വരുന്ന കാലമല്ലേ? പൗഡർ ലഹരിയായി വരുന്ന കാലമല്ലേ? പെർഫ്യൂമുകൾ ലഹരിയായി വരുന്ന കാലമല്ലേ? അത് പല്ലിന്റെ ഇടയിൽ വെക്കുന്ന കുട്ടികളല്ലേ? നഖത്തിന്റെ ഇടയിൽ വെക്കുന്ന പിച്ച വെച്ച് വളരുന്ന LKG-യിൽ പഠിക്കുന്ന കുട്ടികളുടെ കയ്യിൽ നിന്നും പിടിക്കപ്പെട്ട അത്ഭുതം കേട്ടിട്ടില്ലേ? UP സ്കൂളിൽ സാർവത്രികമല്ലേ? ഹൈസ്കൂൾ അതിന്റെ വിറ്റുവരവിന്റെ കണക്കുകൾ പറയുന്ന ലോകമല്ലേ? ആരാധനാലയങ്ങളും വേശ്യാലയങ്ങളായി മാറുന്ന ലോകമല്ലേ? പട്ടാപ്പകലിന്റെ നട്ടുച്ചയിൽ പച്ചക്ക് ചക്ക വെട്ടും പോലെ മനുഷ്യന്റെ കഴുത്തിന് വെട്ടിക്കൊല്ലുന്ന കാലമല്ലേ? അല്ലാ അല്ലാ, ഇനിയും അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് അടുക്കാൻ സമയമായില്ലേ? അലം യഅ്നിൽ ലദീന ആമനൂ അൻ തഖ്ശാ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. ഈമാൻ ഉണ്ടെന്ന് അവകാശപ്പെടുന്ന ആളുകൾക്ക് ഭക്തിയിലേക്ക് അടുക്കാൻ സമയമായില്ലേ? പൊന്നുമോനെ, ഈ ആയത്ത് കേട്ടുകൊണ്ടല്ലേ ഫുദൈൽ ഇബ്നു അയ്യാദ് സദാചാരത്തിലേക്ക് സടകുടഞ്ഞെഴുന്നേറ്റത്. കള്ളനും പ്രേമിയും തമ്മാടിയുമായ ഫുദൈൽ ഔലിയാ ശ്രേണിയിലെ രാജനായി മാറിയത് ഈ ആയത്ത് കേട്ടുകൊണ്ടല്ലേ? ഈ ആയത്ത് ഞാൻ എത്ര കാലമായിട്ട് ഓതാൻ തുടങ്ങിയിട്ടുണ്ട്, എത്ര കാലമായിട്ട് കേൾക്കാൻ തുടങ്ങിയിട്ടുണ്ട്, എത്ര കാലമായിട്ട് നിങ്ങൾ ഓതാൻ തുടങ്ങിയിട്ടുണ്ട്. ഫുദൈലിന്റെ മനസ്സിൽ അന്ന് പരിവർത്തനത്തിന്റെ പടഹോധ്വനി ഈ ആയത്ത് സൃഷ്ടിച്ചുവെങ്കിൽ അതിന്റെ ഒരു കോടിയിൽ ഒരംശം പ്രകാശ രേണുവായി എന്റെ ഹൃദയത്തിൽ, നിങ്ങളുടെ ഹൃദയത്തിൽ വന്നു. ഇല്ലെങ്കിൽ മനുഷ്യൻ പറയുന്നത് ചിന്തിക്കുന്ന മൃഗമെന്നാണ്. ചിന്തിച്ചുകൊണ്ട് കാര്യം മനസ്സിലാക്കി ഈ സദസ്സിൽ നിന്ന് പിരിയുക. അള്ളാഹു ഹൈറായ ബോധങ്ങൾ നമുക്ക് പ്രദാനം ചെയ്യട്ടെ. ഞാൻ നിങ്ങളെ ഒരു 5 മിനിറ്റ് മദീനയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് പോവുകയാണ്. ഞാൻ എൻ്റെ എല്ലാ പ്രസംഗത്തിലും എൻ്റെ വിഷയത്തിന്റെ മജ്ജ അത് മദ്ഹുർ റസൂലിൽ മുസ്തഫ മുഹമ്മദ്. അതുകൊണ്ടാണ് ഈ പ്രസംഗിക്കാനുള്ള ആരോഗ്യം കിട്ടുന്നത് എനിക്ക് ഉറപ്പാണ്. ഇത് ഇന്ന് ഇവിടെ ആണെങ്കിൽ നാളെ നിലമ്പൂരാണെങ്കിൽ മറ്റന്നാൾ ഇടുക്കിയില്ല, അങ്ങനെ പോവാ.
മരുന്ന് ഒറ്റ മരുന്നേ ഉള്ളൂ. حب النبي ومدحه خير العمل وعسى الإله به يبلغه الأمل وله بنيل شفاعة طه كفل عند الإله منعما تنئيما صلوا عليه وسلموا تسليما നബി കീർത്തനം ഖൈറായ അമലാണ് ശ്രുതി നിനക്കായി നൽകും നാദരോ അതിനാൽ കൊതി നബി നായകർ ശുപാർശയും നൽകാൻ മതി നാളത്തെ ഫൗസ് സലാമത്തും അതിനാൽ വിധി സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ അല്ലാഹുവേ ആ മുത്തുനബിയോടുള്ള അഭമ്യമായ പ്രമം കൊണ്ട് ഞങ്ങൾ അനുഗ്രഹിക്കണേ അല്ലാഹ് ഞങ്ങളുടെ ഹൃദയങ്ങൾ മുസ്തഫ നബിക്ക് പാർക്കാനുള്ള കൊട്ടാരങ്ങളാക്കി മാറ്റണേ അല്ലാഹ്. മോനെ ഈ കാണുന്നൊന്നുമല്ല മനുഷ്യൻ കേട്ടോ, ഈ കാണുന്നൊന്നും മനുഷ്യനല്ല, ഈ കാണുന്നതൊന്നുമല്ല മനുഷ്യൻ. ബിലാൽ റളിയല്ലാഹു അൻഹു ഷാത്ത് കലിം എല്ലോടുകൂടി അടിമുടി മാറി. എവിടെ മാറിയത്? ഹൈറ്റ് മാറിയിട്ടില്ല, വെയിറ്റ് മാറിയിട്ടില്ല, കളർ മാറിയിട്ടില്ല, പക്ഷെ അടിമുടി മാറി. അവിടെയാണെന്ന് മാറ്റില്ലാത്ത, മറ്റൊക്കെ മാറുന്നുണ്ട്. കറുകറുത്ത ആളുകൾ പോലും സർജറി ചെയ്തുകൊണ്ടും ശാസ്ത്രീയ സംവിധാനത്തിലൂടെയും കളർ മാറ്റിയിട്ട് വെളുത്ത ആളുകളായി മാറുന്ന കാലമാണ്. ആണുങ്ങൾ പെണ്ണുങ്ങളായി മാറാൻ ശ്രമിക്കുന്ന കാലമാണ്. ആയെന്നൊന്നും ഞാൻ പറയും. കാരണം ഒരവയവാണ് കട്ട് ചെയ്തിട്ട് അവയവം മാറ്റുമ്പോഴേക്ക് പെണ്ണാവൊന്നുമില്ല. എന്തെല്ലാം ഹോർമോൺ ഉണ്ട്, എന്താ ഈ പറയണത്? അവയവം കട്ട് ചെയ്തിട്ട് മാറ്റുമ്പോഴേക്കാണ് പെണ്ണാവല. എന്നാൽ അതിനു വേണ്ടി ശ്രമിക്കുന്ന കാലാണ് ആണ് പെണ്ണാവുക. അതിനവര് പറയുന്ന എന്താ? ആണിന്റെ ശരീരത്തിൽ പെണ്ണിന്റെ മനസ്സാണ്. അതൊരു സ്വക്കനാണ്. അത് ചികിത്സിച്ച് മാറ്റാണ് വേണ്ടത്. അല്ലാതെ നമ്മുടെ മനസ്സിൽ തോന്നുന്നതനുസരിച്ച് നമ്മളെ രൂപം മാറുക. അങ്ങനെയാണെങ്കിൽ ഒരാൾക്ക് തോന്നുക അപ്പൊ എനിക്ക് തോന്നുന്നു ഞാൻ സിംഹാണെന്ന്, അതുകൊണ്ടിപ്പോ ഞാൻ സർജറി ചെയ്തുകൊണ്ട് സിംഹമായിട്ട് എന്നിട്ട് കാട്ടുകോല. എനിക്കങ്ങനെ തോന്നി ഞാൻ കുറുക്കനാണ്. ഞാൻ എന്താ കുറുക്കന്റെ മുഖപൊടി വാങ്ങാൻ, എന്നിട്ട് കുറുക്കന്റെ പാലും വെച്ച് നടക്കല. അതൊരു സ്വക്കടാന്ന് മനസ്സിലാക്കിയിട്ട് അത് മാറ്റാൻ നോക്കില്ല വേണ്ടത്. മനസ്സിൽ തോന്നണൊക്കെ സർജറി കൊണ്ട് മാറ്റാൻ ശ്രമിക്കണ ഒരു വിഭാഗം ആളുകൾ, എന്നിട്ട് വലിയ പുരോഗമനവാദികൾ. പണ്ട് അമേരിക്ക തോന്നിയ ഒരാൾക്ക് ഓൻ പെണ്ണാണ് തോന്നിയ പിന്നെ അങ്ങനെ ചെയ്യണം. അവന്റെ അവകാശത്തെ ധ്വംസിക്കരുത് എന്നാണല്ലോ ആധുനിക അധ്യാപനം. അങ്ങനെ പെണ്ണാന്ന് പറഞ്ഞോടുകൂടി അവന് പെണ്ണുങ്ങളെ സെല്ലിൽ പാർപ്പിച്ചു. അവിടെ 2-3 ഗർഭം ഉണ്ടാക്കി. കാരണം സംഗതി ആണാണ്. അതിന്റെ ഉള്ളിൽ കയറിയപ്പോഴാണ് സ്വഭാവം കാണിച്ചത്. ലോകത്തെ വഞ്ചിക്കല്ലേ? എന്തല്ല ലോകത്തിന്റെ ഭീഷണിയുടെ മുൾമുനയിൽ നമ്മളുള്ളതെന്ന് അറിയാം. ലാഹിറും ബാത്തിനും കെട്ടുപോകുന്ന കാലമാണ്. ഇവിടെ 1000 ഈമാനിക കുതിരശക്തിയോടെ പ്രയാണം കുറിക്കാൻ തക്കവ കൊണ്ട് നമുക്ക് പരിശീലനം കിട്ടിയിട്ടില്ലെങ്കിൽ ഇനി വരുന്ന കാലം ഇതിനേക്കാൾ കടുത്തതാണ്. പിടിച്ചിക്കാൻ പറ്റൂല. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ബിൻ നബിയിൽ മുസ്തഫ ഒന്ന് ഉറക്ക സലാത്തല്ലേ. ബിൻ നബിയിൽ മുസ്തഫ ഒന്നുകൂടറക്കെ. ബിൻ നബിയിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം. അതുകൊണ്ട് വീടിന്റെ ഉള്ളകങ്ങൾ മുഴുവനോ സുന്നത്തിന്റെ പ്രാക്ടിക്കൽ കളരിക്കളങ്ങളാകട്ടെ. നമ്മുടെ മക്കൾ നന്നാവണമെങ്കിൽ നമ്മൾ നന്നാവണം, അല്ല മക്കൾ നന്നാവില്ല. നമ്മളെ ഖത്താബിന്റെ കാലത്ത് ഒരു വാപ്പ വന്നിട്ട് മോനെ പിടിച്ച് ഖത്താബിന്റെ അടുത്തെത്തി. എന്നിട്ട് ഉമർ ഖത്താബിനോട് വാപ്പ പറഞ്ഞു, ഇതെന്റെ മോനാണ് അമീറെ, യഴക്കുനി, അവൻ എന്നെ അനുസരണക്കേട് കാണിക്കണ്, അനുസരിക്കണില്ല, എന്നെ ഉപദ്രവിക്കണെന്ന് പറഞ്ഞു. അപ്പൊ മോനോട് ഖത്താബ് വെച്ചു, എടാ ബാപ്പാനോട് അനുസരണക്കേട്, അമ്മാ തഖാഫുല്ലാഹി ഫീ ഹുഖൂഖിൽ വാലിദിക, നിന്നെ വാപ്പാനോട് എതിര് കാണിക്കുന്ന വിഷയത്തിൽ പടച്ചോനെ പേടില്ലേ? കുട്ടി ഇങ്ങനെയാണ് നിന്നിട്ട് അമീറുമ്മിനോട് ഡീസനുള്ള ഒരു കാര്യമാണ് ചോദിച്ചു. അമീറുമ്മിനീൻ, അല്ല വാപ്പാനോട് മോനെ കടമുണ്ടായി ശരി തന്നെയാണ്, പക്ഷെ വാപ്പാക്ക് മോനോട് കടമൊന്നുമില്ല എന്ന് വെച്ചു. അവിടെ ഇപ്പൊ നമ്മളൊന്ന് പരാജയപ്പെടുക. ഈ കുട്ടി കുറച്ച് കോരോസനെ ഇളകിയ ദിവസമാണ്. ബാപ്പാക്ക് മക്കളോട് കടമൊന്നുമില്ല എന്ന് വെച്ചു. ഇത് നേരെ തിരിച്ചുള്ള വൺവേ എന്ന് വെച്ചു. അപ്പൊ നമ്മൾ കത്താ പറഞ്ഞ അല്ല, തിരിച്ചിങ്ങോട്ടും കടമുണ്ട്. എന്നാ അതൊന്നും ആദ്യം ഇങ്ങോട്ട് പറയും, എന്റെ വാപ്പാക്കെ പാലിച്ചുകൊണ്ടേ ഞാൻ നോക്കട്ടെ. അപ്പൊ നമ്മൾ കത്താവ് ആദ്യം പറഞ്ഞ എന്താരോ,
മോൻ നന്നാണെങ്കിൽ ആദ്യം തെരഞ്ഞെടുക്കണ ഭാര്യ നന്നാണ് എന്ന് പറഞ്ഞാൽ അമ്മ നന്നാണെന്ന് പറഞ്ഞു. അപ്പൊ തന്നെ മോൻ ചിരി തുടങ്ങി, കാരണം അമ്മാനെ കുറിച്ച് മോനറിയാം. രണ്ടാമത്തെ എന്താന്ന് വെച്ച് നല്ല പേരിടണം എന്ന് പറഞ്ഞു. അപ്പൊ അതിനേക്കാളും തിരിച്ചു. മൂന്നാമത്തെ എന്താന്ന് വെച്ചു ഓനെ ഖുർആൻ പഠിപ്പിക്കണം. അപ്പൊ ഈ മോൻ പറഞ്ഞു, എന്റെ അമ്മാൻ എന്റെ വാപ്പയെ 400 ഉറുപ്പിക കൊടുത്തിട്ട് അങ്ങാടിയിൽ നിന്ന് വാങ്ങിയ ഒരു പാറ്റിച്ച് പാൻറ്, അതൊരു മൂരാജ് സൈസാണ്. അതിന് ദീനുമില്ല അമലുമില്ല. 400 ഉറുപ്പിക കൊടുത്തിട്ട് അങ്ങാടിയിൽ നിന്ന് വാങ്ങിയ ഒരു അങ്ങാടി പെണ്ണാണ്. അപ്പൊ നമ്മൾ കത്താ വാപ്പാന്റെ മുഖത്ത് ഒരു നോട്ടം നോക്കി. പേര് എന്നാക്കണമെന്നില്ല, എന്റെ പേര് കരിവണ്ട് എന്ന എന്റെ പേരിന്റെ അർത്ഥം തന്നെ, കരിവണ്ട്. കരിവണ്ട്. മൂന്നാമത് ഖുർആനല്ലേ, ഖുർആനിൽ ഒരായത്ത് പോലെ എന്നെ പഠിപ്പിച്ചില്ല. അപ്പൊ വാപ്പാന് മൊത്തോക്കിൽ മുഖത്ത പറഞ്ഞു, കുമ്മന്നി നീ പറയുന്നുണ്ട് ഇന്നബനക്ക നിന്റെ മോന് തഴക്കുക്ക നിന്നെ ഇടങ്ങറാക്കണ്ടെന്ന്. എന്നാലേ നിന്നെ പോയി ഇടങ്ങറാക്കണതിന് മൈജാവനെ ഇടങ്ങറാക്കിയിട്ടുണ്ട്. എന്റെ ഉമ്മാനെ കെട്ടിയ ശരിയായിട്ടില്ല. നല്ല ഉൽപ്പന്നം കിട്ടണമെങ്കിൽ നല്ല സാധനാവണ്ടേ. ഇന്ന് മൊബൈൽ കല്യാണല്ലേ, പ്രേമ കല്യാണം, അതിനല്ലേ കുട്ടികൾ ഉണ്ടാകുന്നത്. ഈ കുട്ടികളുണ്ട് എങ്ങോട്ട് വിളിച്ച അങ്ങോട്ട് വരുന്ന ആണ്ട് പോയല്ലാതെ. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. കാലം കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്. ഇനി ശ്രദ്ധിക്കുന്ന ആളുകൾക്കല്ലാതെ ദുനിയാവിൽ ഇസ്സത്തില്ല, ആഖിറത്തിൽ നജാത്തുല്ല. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദ്. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. റമദാൻ കഴിഞ്ഞ ഉടനെയുള്ള ഈ ശവ്വാലിൽ നിന്നൊരു ചെറിയ ബോധോദയം സ്വീകരിച്ചുകൊണ്ടാവട്ടെ ഈ സദസ്സിൽ നിന്ന് പിരിയേണ്ടത്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ശവ്വാലിൽ കുറെ ഗുണങ്ങൾ നമ്മൾ പഠിക്കാനുണ്ട്. നമ്മൾ ബദരീങ്ങളുടെ ആണ്ട് നടത്തിയവരാണ്. എന്നാൽ ശവ്വാലിലല്ലേ ഉഹുദ് ഉണ്ടായത്. അതുകൊണ്ട് ഉഹുദീങ്ങളുടെ ഉറൂസ് നടത്തേണ്ടത് ശവ്വാലിലാണ്. ഔലിയാക്കളുടെയും ശുഹദാക്കളുടെയും നേതാവായ അസദുല്ലാഹി ഹംസത്തുൽ ഖറാർ ഇന്നലെ പ്രസംഗത്തിൽ എനിക്ക് ഓർക്കാൻ പറ്റിയില്ല. മറ്റു ചില വിഷയങ്ങളായിരുന്നു. മിനിഞ്ഞാന്നത്തെ പ്രസംഗത്തിലും പറയാൻ പറ്റിയില്ല. ഈ റമദാനിൽ ഒരൊറ്റ സ്റ്റേജിലും അവരെ എനിക്ക് ഓർക്കാൻ പറ്റിയില്ല. സങ്കടോ ഈ ഉറൂസിന്റെ മൈതാനത്ത് ഞാൻ തീർക്കുകയാണ്. ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു തആല അൻഹുവിന്റെ തല ബത്തക്ക വെട്ടും പോലെ വെട്ടിയെടുത്തത് ഈ ശവ്വാലിൽ പോലെയുള്ള ഒരു മാസത്തിലല്ലേ. അവരുടെ ശരീരം ഉള്ളിയരിയും പോലെ അരിഞ്ഞത് ശവ്വാലിലല്ലേ. അവയവങ്ങൾ വെണ്ടക്ക വെട്ടും പോലെ വെട്ടിയത് ശവ്വാലിലല്ലേ. ഹിന്ദി എന്ന വനിതയുടെ കൽപ്പന പ്രകാരം ആ ഹിന്ദിന്റെ അടിമയായ വശിയുടെ ചാട്ടുളിയിൽ വീണ ഹംസത്തുൽ ഖറാറിന്റെ തല വെട്ടിയെടുത്തില്ലേ. ചെസ്റ്റ് കുത്തി പൊളിക്കപ്പെട്ടില്ലേ. തക്കാളിപ്പട്ടി പൊളിക്കുന്നത് പോലെ വാരിയല്ലുകൾ വെട്ടിപ്പൊളിച്ചില്ലേ. അതിന്റെ ഉള്ളിൽ നിന്ന് കരള് കൈയിട്ടുകൊണ്ട് പുറത്തേക്ക് വലിച്ചെടുത്തില്ലേ. ഹിന്ദെന്ന പെണ്ണ് പിന്നീട് ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ട്. ഹിന്ദ് ചവച്ചരച്ചുകൊണ്ട് തുപ്പിക്കളഞ്ഞില്ലേ. അല്ലാ, ഈ ദാരുണമായ ലോകത്ത് സമാനതയില്ലാത്ത നിഷ്കരുണ കൊലപാതകത്തിന് സാക്ഷിയായത്, ഹംസത്തുൽ ഖറാറിന്റെ ഷഹാദത്തിന് സാക്ഷിയായത് ഈ ശവ്വാലല്ലേ. ആ ഹംസത്തുൽ ഖറാറിന്റെ തിരിച്ചറിയാത്ത ശരീരത്തിന്റെ മാംസകുംഭങ്ങളില് ആ കുന്നുകൂടി കിടക്കുന്ന മാംസ കഷ്ണങ്ങളിലേക്ക് നോക്കി ഐനുർ റഹ്മത്തിന്റെ കണ്ണ് നിറഞ്ഞില്ലേ. കവിൾത്തടങ്ങളിലൂടെ ബാഷ്പം ചാലിട്ടൊഴുകിയില്ലേ. എന്റെ എളാപ്പാ എന്ന് വിളിച്ച് കൊച്ചുകുട്ടിയെ പോലെ മുത്തനബി തേങ്ങി തേങ്ങി കരഞ്ഞില്ലേ. എല്ലാത്തിനും സാക്ഷിയായത് ഈ ശവ്വാല് മാസമല്ലേ. അവരൊക്കെ പോകുന്ന സ്വർഗത്തിലല്ലേ ഉമ്മ, നമുക്ക് പോകാനുള്ളത് പെങ്ങളെ.
നമ്മളിന്ന് കാലും കയ്യൊന്നും കൊടുക്കണ്ട. നമ്മളിന്ന് മൊക്കനിടുക, തലയിൽ തൊപ്പിയിടുക, ഞെരിയാണി മുകളിലോട്ട് പാൻറ് ധരിക്കുക, അയ്യാലസലാം എന്ന് പറയുമ്പോൾ പള്ളിയിൽ കയറുക. ഇന്നത്തെ ബദർ ഉഹുദ് ഇതൊക്കെ തന്നെയാണ്, വേറൊന്നുമില്ല. മൻ തമസ്സക ബിസുന്നതി ഇന്ദ ഫസാദി ഉമ്മത്തി ഫലഹു അജ്റു മിഅത്തി ഷഹീദ്. ഇനി അതിൽ നിന്നും പിറകിൽ പോയാൽ നമ്മുടെ കാര്യം അവതാളത്തിലാണ്, പരാജയത്തിലാണ്. പടച്ചോൻ രക്ഷപ്പെടുത്തട്ടെ.